പത്മപ്രിയ ഡോക്ടറുടെ ക്ലാസ് പ്രത്യേകം പറയേണ്ടതില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നല്ല ഒരു പാട്ടുമായി ബന്ധപ്പെടുത്തി നല്ല ഒരു കഥ പോലെ തന്നെ ഡോക്ടർ നമുക്ക് ക്ലാസ് എടുത്തു. ഇന്ന് എന്താണ് പറയാൻ പോണതെന്ന് നമ്മളെല്ലാം ഈഗർലി വെയിറ്റിംഗിലാണ്. എന്തായാലും വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും ഞാൻ ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. മ്യൂട്ടാണ് ഡോക്ടറെ, മ്യൂട്ടാണ്. ആ, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആൻഡ് IFPH ബിഗ് ഫാറ്റ് നന്ദി എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെയും തന്നതിന്. സോ ആം ഐ വെരി ക്ലിയർ? ആം ഐ ഓഡിബിൾ? ആം ഐ വിസിബിൾ? യെസ്, വിസിബിൾ, ഓഡിബിൾ. ഓക്കെ. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കുറച്ച് ട്രാഫിക് കൺജഷൻ ഉള്ള കാരണം ഞാൻ ഐ എം നോട്ട് ഇൻ എ വൈഫൈ ഏരിയ. സോ ചിലപ്പോൾ റേഞ്ച് പ്രോബ്ലം കാരണം, നെറ്റ്വർക്ക് എറർ കാരണം ബ്രേക്ക് ആവും. ബട്ട് ഐ വിൽ ബി ബാക്ക്. I'll just join soon. Okay. Abom, let me start. Let me start with my PPT. Okay. Is everything clear? Yes, yes. Yes. Okay, so namaskaram once again. Before I start, ende ellam gurukalukkum guru vandanam, because ഞാൻ പഠിച്ചത് almost 99% of whatever I have today is because of my gurus. അപ്പം ഇത് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണ ഒരു റെമഡി, പ്രത്യേകിച്ച് ഞാൻ പഠിക്കാൻ പോണ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഡോക്ടർ മിലിന്ദ് റാവു. അവരുടെ കൂടെ ഇരുന്നപ്പോഴാണ് ഒന്നും കൂടെ ഈ റെമഡീനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതും പഠിച്ചതൊക്കെ. എൻ്റെ അച്ഛൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ in-depth understanding of the remedy was very beautifully explained by my mentor, Dr. Milind Rao sir. അപ്പം ഈ റെമഡി, ഇന്ന് ഞാൻ പറയാൻ പോണ റെമഡി ഒരു പുതിയ റെമഡി അല്ല, ഇത് ഒരു പഴയ റെമഡിയാണ്. So I've written, I'm constantly overlooked by everyone, but where everyone has me. So this remedy is used by every one of us. അത് മാത്രമല്ല കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെമഡിയാണ്. പുതിയ റെമഡി അല്ല, പഴയ റെമഡിയാണ്. പക്ഷെ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഒരു പുതിയ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ബിക്കോസ് 99% ഓഫ് ദ ഹോമിയോപാത്ത് ഈ റെമഡിനെ യൂസ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൽ 100% സക്സസ് റേറ്റും നമുക്ക് കിട്ടാറുണ്ട്. ബട്ട് Kent has written in the lectures of homeopathic materia medica that this remedy has been overlooked, and that is very, very true. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു റെമഡീനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണം. സോ വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ. അപ്പോൾ ദ മോർ യു അണ്ടർസ്റ്റാൻഡ് ദ റെമഡി, ദ മോർ വി ക്യാൻ യൂസ് ദിസ്. ഇതിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു പോളിക്രസ് റെമഡിയാണ്, പക്ഷെ ഇതിന്റെ ഒരു അറിവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ പോളിക്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. So I have got two cases today. To first explain more about this remedy, I will just come up with one case. Time restrictions illinge, towards the end I will show the second case also. അപ്പോൾ ഒരു ഞാൻ അച്ഛൻ്റെ നിന്നും ഞാൻ എന്നെ പഠിപ്പിച്ചെന്ന ഗുരുക്കളുടെ നിന്നും പഠിച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു റെമഡി പഠിക്കുന്നത് books are there, repertory is there, but the best way to learn a remedy is the patient. ഓക്കെ. അപ്പോൾ ഒരു പേഷ്യന്റിന് ഒരു റെമഡി കൊടുത്തിട്ട് അവർക്ക് നമ്മൾ ചിലപ്പോൾ ഫിസിക്കൽസിലായിരിക്കാം ആ റെമഡി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, പക്ഷെ ഫിസിക്കൽസ് മാത്രമല്ല അവരുടെ ജനറൽസും അവരുടെ മെന്റൽസും ഒക്കെ അമിലറേറ്റ് ആയി, ദേ ആർ ഇൻ എ ബെറ്റർ സ്റ്റേറ്റ് ആഫ്റ്റർ ദ പ്രിസ്ക്രിപ്ഷൻ. So that means the remedy has worked on a constitutional level. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യന്റിനെ പിടിച്ച് ഇരുത്തിയിട്ട് അവരിനെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ആ റെമഡിനെ പറ്റിയിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ എസ് റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി ഓഫ് ദ പേഷ്യന്റ്, റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി ഓഫ് ദ റെമഡി. സോ ഐ തിങ്ക് ഈ മരുന്നിനെ പറ്റിയിട്ട് ഒന്നും കൂടി നന്നായി പഠിച്ചു വന്നത് ഈ ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് ദ പേഷ്യന്റ്. അപ്പോൾ ഈ ഒരു പേഷ്യന്റ് എന്താണ്, പേഷ്യന്റ് ഹിസ്റ്ററി എന്താണെന്ന് എല്ലാം നല്ലപോലെ മനസ്സിലാക്കി വരുമ്പോൾ we understand the whole remedy. Okay, so I'll give little more emphasis on talking about the patient here. Appo ee patient, the case, first case I'm talking about is about a 28-year-old man. IBS ന്റെ സിംറ്റംസും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പോൾ സിൻസ് 2 years പല പല രീതിയിലും എല്ലാ രീതിയിലും ഹോമിയോപ്പത്തിക് പ്ലസ് ആയുർവേദിക് പ്ലസ് അലോപ്പത്തിക് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോഴും ആദ്യത്തെ 1-2 എപ്പിസോഡ്സ് എൻ്റെ ഒരു ഫെയിലിയർ ആയിരുന്നു. ദെൻ ഓൺ ദ തേർഡ് സിറ്റിംഗ് ആൻഡ് ഓൾ ഐ ആക്ച്വലി ടുക്ക് എ വെരി ഡീറ്റെയിൽ കേസ്. നല്ലപോലെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എടുത്ത സിംറ്റംസിന്റെ PQRS മാത്രമേ ഞാൻ ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യുള്ളൂ ബിക്കോസ് ഓഫ് ടൈം റെസ്ട്രിക്ഷൻ. സോ ദ ക്യാരക്ടറിസ്റ്റിക് PQRS സിംറ്റംസ്. അപ്പോൾ ആ PQRSലും ഞാൻ ഇത് ഒന്നും കൂടെ മെന്റൽ PQRS പറയുന്നത്, ബിക്കോസ്
as per our rule of homeopathic prescription, the mental PQRS outstands and overrules the physical PQRS. Appa physical PQRS I'm not talking about, because if you look into that remedy, you will get what the physical PQRS are. പക്ഷെ mental PQRS പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ആ റെമഡിയുടെ കംപ്ലീറ്റ് ഒരു പോർട്രേ, ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. So the patient is complaining about IBS, പക്ഷെ അതിന്റെ കൂടെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഫിസിക്കൽ പ്രോബ്ലം, കഴുത്ത് വേദന, കണ്ണ് വേദന, ഷോൾഡർ വേദന, ഇടയ്ക്കിടയ്ക്ക് ഒരു ക്യാച്ച്, ഒരു സ്പ്രേന്, ഷോൾഡറും കഴുത്തും ഒക്കെ ഒരു ക്യാച്ച്, വെരി ഫ്രീക്വന്റ്ലി ഇറ്റ് യൂസ് ടു കം. ആൻഡ് ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് കംപ്ലൈന്റ് ഹി ഹാഡ് വാസ് എപ്പിസോഡ്സ് ഓഫ് മൈഗ്രെയിൻ, വെരി വെരി ബാഡ് എപ്പിസോഡ്സ് ഓഫ് മൈഗ്രെയിൻ, സഹിക്കാൻ പറ്റാത്ത എപ്പിസോഡ്സ്, പ്ലസ് അതിന്റെ ഫ്രീക്വൻസി കൂടി കൂടി വരും. ബട്ട് മെയിൻലി ഹി വാണ്ടഡ് റിലീഫ് ഫ്രം IBS. അപ്പോൾ മെയിൻ ഒരു ഹിസ്റ്ററി എടുത്തപ്പോൾ ഹി ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹിസ് IAS എക്സാംസ്. BCom കഴിഞ്ഞു, MCom കഴിഞ്ഞു, പിന്നെയും കുറച്ച് 1-2 സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ ചെയ്തു. IAS എക്സാംസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പഠിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലം, കാരണം 1-2 അറ്റംപ്റ്റ്സ് ശരിയായില്ല. ബട്ട് ഹി ഈസ് നോട്ട് ഗിവിംഗ് അപ്പ് ആൻഡ് ഹി ഈസ് സ്ട്രഗ്ലിംഗ് എ ലോട്ട്. ഹി ഈസ് വർക്കിംഗ് ആൻഡ് വർക്കിംഗ് ആൻഡ് വർക്കിംഗ് എ ലോട്ട്. അതുകൂടാണ്ട് വീട്ടില് കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതില് ഫാമിലി സിറ്റുവേഷൻസ്, അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, ഒരു അനിയത്തി കുട്ടിയുണ്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 10-12 വയസ്സായിട്ടുള്ള ഒരു സിസ്റ്റർ ഈസ് ഓൾസോ ദർ. ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. അപ്പൊ അവർക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ട് വീട്ടില്, ഡിഫിക്കൽട്ട് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. സോ ദിസ് മാൻ is struggling a lot. He is working in some warehouse during the evening hours. പകലൊക്കെ പറ്റുന്ന രീതിയിൽ പഠിക്കുന്നുമുണ്ട്, അതിന്റെ കൂടെ കുറച്ച് ജോലികളും ചെയ്യാറുണ്ട്. വീട്ടിൽ അടുക്കളയിൽ അമ്മയെ സഹായിക്കാറുണ്ട്. അച്ഛനെ എന്തോ ഫാമിംഗ് സം ജോബ്, ഈസ് വർക്കിംഗ് ദെയർ ഓൾസോ, ഹെൽപ്പിംഗ് ഹിസ് ഫാദർ. അനിയത്തി കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക, കുറച്ച് അവളെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുക, ബാക്കിയുള്ള സമയം അവൻ വെളിയിൽ പോയിട്ട് ജോലി ചെയ്യുക. അങ്ങനെ ഫുൾ ടൈം കോൺസ്റ്റന്റ്ലി ദിസ് മാൻ ഈസ് വർക്കിംഗ്. ഹിസ് ഷെഡ്യൂൾ ഈസ് വെരി വെരി ഹെക്ടിക്. Okay, so that is how the presentation was. This was the PQRS of his presentation. അപ്പൊ അമ്മ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ വി ഓൾവേസ് ഡു ദിസ്, ഇസ് പേഷ്യന്റും പേഷ്യന്റ് റിലേറ്റീവിന്റെ ഇൻഫർമേഷൻ എടുക്കും. അപ്പൊ അമ്മ പറയുന്നത് ഇവന് എല്ലാത്തിനും ഇപ്പൊ ഈ ഇടയ്ക്ക് ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്, പിടിവാശി. ഒരു വാശി എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ, ഇന്ന ആഹാരം വീട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല, ഇന്ന ആഹാരം ഉണ്ടാക്കാൻ പാടില്ല, ഇത്ര മണിക്ക് കൃത്യം എനിക്ക് ആഹാരം ഉണ്ടായിരിക്കണം, ആ രീതിയിൽ എന്നും വീട്ടിൽ വാക്കും തുറക്കണം. അത് മാത്രമല്ല അമ്മയെ കുറ്റം പറയുക, ഇതെന്തിനാ ഉണ്ടാക്കി, അതെന്തിനാ ഉണ്ടാക്കി, ഈ സാധനം എന്താ ഇവിടെ വെച്ചിരിക്കുന്നത്, അച്ഛൻ എന്തിനാ ലേറ്റായി വരുന്നത്, ഇവളെന്താ ഇത്ര നേരമായിട്ട് മാത്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവൾക്ക് വേറെ സബ്ജക്ട്സ് ഒന്നും ചെയ്യാനില്ലേ, ആ ഒരു രീതിയിൽ വീട്ടിലെന്നും ഒരു ഇറിറ്റേഷൻ ആണ്, വീട്ടിലെന്നും ഒരു ആർഗ്യുമെന്റ് ആണ്. മാത്രമല്ല അവന്റെ ഇപ്പൊ പണ്ടില്ലേ ഡിക്റ്ററ്റോറിയൽ സ്വഭാവം കൂടി കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഐ ഓൾവേസ് എംഫസൈസ്, ഐ ഹാവ് ലേൺഡ് ദിസ് ഫ്രം മൈ മാസ്റ്റേഴ്സ്, ദാറ്റ് യു ഹാവ് ടു ആസ്ക് പാസ്റ്റ് ഹിസ്റ്ററി. നമ്മൾ അല്ലെങ്കിലും ഹോമിയോപ്പത്തിയിൽ പാസ്റ്റ് ഹിസ്റ്ററി എടുക്കും. But when you understand, when you try to elicit mental symptoms, you should also ask the past about this mental state. അപ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു, പണ്ടത്തെ സ്വഭാവം എന്തായിരുന്നു, പെത്തോളജി ഡെവലപ്പ് ആവണ മുമ്പുള്ള സ്വഭാവം എന്തായിരുന്നു, പെത്തോളജി ഡെവലപ്പ് ആയ ശേഷം ഉള്ളത്. അപ്പൊ ഈ അമ്മ പറയണത് ഭയങ്കര ദേഷ്യമാണ്, എല്ലാവരെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ഡിക്റ്ററ്റോറിയൽ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ വാസ് ഹി ബിഫോർ ദ IBS പ്രോബ്ലം? ഇത്രയും ഫിസിക്കൽ എയിൽമെന്റ്സ് വരുന്ന മുമ്പുള്ള അസുഖം എന്തായിരുന്നു? ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഈസ് വി ആർ ഓൾവേസ് ലുക്കിംഗ് ഇൻ ടു വാട്ട് ഈസ് മോർബിഡ്. മോർബിഡ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഫോഴ്സ് ഹാസ് ഡീവിയേറ്റഡ് ഫ്രം ദ ഹെൽത്തി സ്റ്റേറ്റ് ടു ദ അൺഹെൽത്തി സ്റ്റേറ്റ്. അപ്പൊ ആ ഡീവിയേഷൻ ഏത് രീതിയിലാണ് ഡീവിയേറ്റ് ആയിരിക്കണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഷുഡ് നോ വാട്ട് വാസ് എ ഹെൽത്തി സ്റ്റേറ്റ്. ഓക്കെ, സോ ഹെൽത്തി സ്റ്റേറ്റ് ടു മോർബിഡ് സ്റ്റേറ്റ്, വാട്ട് ഈസ് ദ ഡീവിയേഷൻ? സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡീവിയേഷൻ വി ഹാവ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. പണ്ട് ബിഫോർ pathology started, what was the situation? നമ്മൾ മിക്കവാറും മോസ്റ്റ്ലി വാട്ട് വി ഡു ഇസ് വി ആസ്ക് അബൌട്ട് ദ ഫിസിക്കൽസ്. പണ്ട് വല്ല അസുഖം ഉണ്ടായിരുന്നോ, വാക്സിനേഷൻ എടുത്തോ, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ഡയബറ്റീസ് ഉണ്ടോ, അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടോ, അതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് this is one important question which gives us the information lot about the personality. So panda, this boy was very 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 nice, വെരി വെരി ചിയർഫുൾ പേഴ്സണാലിറ്റി. അവന് വാക്കും തർക്കങ്ങളും ഒന്നും ഇഷ്ടമല്ല. അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ വാക്കും തർക്കം ഉണ്ടാക്കിയ ഹി യൂസ് ടു കം ഇൻ ബിറ്റ്വീൻ, ഹി യൂസ് ടു റിസോൾവ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഹിസ് പാരന്റ്സ്. കാരണം വീട്ടിൽ എല്ലാവരും എന്നും ഒരു സന്തോഷത്തോടെ ഒരു ഹാർമോണിയസ് സ്റ്റേറ്റിൽ വേണം ഇരിക്കാൻ, ഒരു വാക്കും തർക്കവും ഇല്ലാണ്ട് നമ്മളൊക്കെ ഒരു നല്ല ഒരു ഹാർമണിയിൽ ഇരിക്കണം എന്നുള്ള ഒരു ചിന്തയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. ആൻഡ് ഹി വാസ് ഓൾവേസ് വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അപ്പോൾ എല്ലാവരും പോയി ഹെൽപ്പ് ചെയ്യുക, വീട്ടിലോ അടുത്ത വീട്ടുകാരോ കുടുംബക്കാരോ ആരായാലും ശരി, ഒരു ഹെൽപ്പിംഗ് പേഴ്സണാലിറ്റി, ഒരു വെരി ജനറസ് പേഴ്സണാലിറ്റി, പിന്നെ എന്നും ഒരു പ്ലസന്റ് പേഴ്സണാലിറ്റി, എന്നും സന്തോഷം സംതൃപ്തിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. സോ ദ മദർ ഈസ് സെയിങ് അത്രയും നല്ലൊരു കൊച്ചായിരുന്നു, വീട്ടിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യായിരുന്നു, വീട്ടിലും കുടുംബത്തിലും നെയ്ബർഹുഡിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു.
പക്ഷെ ഈ ഇടയ്ക്ക് തൊട്ടനും പിടിച്ചനൊക്കെ ദേഷ്യം, ഷൗട്ടിങ്, ലോട്ട്സ് ഓഫ് ഷൗട്ടിങ് ആൻഡ് എല്ലാം കാര്യത്തിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം എല്ലാവരുടെ കൂടെ വഴക്ക്, അത് കാരണം ഒരു തൃപ്തിയില്ല, ഓൾവേസ് ഇൻ എ ആംഗ്രി മൂഡ്. ഒരു സന്തോഷത്തോടെ എന്റെ മോനെ കണ്ടിട്ട് ഞാൻ കുറെ കാലായി. ദാറ്റ് ഈസ് വാട്ട് ദ മദർ ഇസ് സെയിങ്. ഓക്കെ, സോ നൗ ആസ് യൂഷ്വൽ ഐ ആസ് ദ മദർ ടു ഗോ ഔട്ട് ആൻഡ് ഐ ആസ് ദ പേഷ്യന്റ്, നൗ ടെൽ മീ മോർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഹി ഈസ് വെരി അംബീഷ്യസ്. അംബീഷന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വൈ ഈസ് അംബീഷൻ? അംബീഷൻ ഈസ് നോട്ട് ഫോർ മണി ഓർ നെയിം ഓഫ് ഫെയിം. വി ഹാവ് റെമഡീസ്, ഇസന്റ് ഇറ്റ്? നമ്മളുടെ റുബ്രിക്സ് ഉണ്ട്, അംബീഷൻ ഫോർ നെയിം, ഫെയിം ആൻഡ് ഓൾ. അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നും ചോദിക്കും, എന്തിനാ നീ പഠിക്കുന്നത്, നീ ഇത്രയും അധ്വാനിക്കുന്നത് എന്തിനാണ്? അപ്പൊ അവൻ പറയണത്, ഞാൻ പഠിക്കുന്നത് എനിക്ക് എൻ്റെ ഫാമിലിയിൽ പോവർട്ടി ലൈൻ ഈസ് ദയർ, സോ ഐ വോണ്ട് ടു ബ്രിങ് അപ്പ് ദ സ്റ്റേറ്റസ് ഓഫ് മൈ ഫാമിലി ഫസ്റ്റ്. പിന്നെ അവന്റെ ടെൻഷൻ എന്താന്ന് വെച്ചാൽ, പഠിക്കണമൊക്കെ ഉണ്ട്, നല്ലപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ലപോലെ അധ്വാനിക്കുന്നുണ്ട് മീൻസ് ഹി ഈസ് വർക്കിംഗ് ഇൻസൈഡ് ഹിസ് ഹൗസ് ഫോർ ഹെൽപ്പിംഗ് ഹിസ് മദർ. അച്ഛനെ കുറച്ച് പ്രൊഫഷണൽ ലെവലിൽ അച്ഛന്റെ ജോലി കാര്യത്തിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛനെ അസുഖമുണ്ട്, അമ്മയ്ക്ക് അസുഖമുണ്ട്. അപ്പൊ അവരെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ട കെയർ ആൻഡ് കൺസേൺ ഇൻസൈഡ് ദ ഫാമിലി. ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇവിടെ ഇരിക്കൂ, കാല് മസാജ് ചെയ്ത് തരാം, അങ്ങനത്തെ രീതിയിലൊക്കെ അധ്വാനിക്കേണ്ട അച്ഛന് വേണ്ടിയിട്ട്. അനിയത്തിക്ക് വേണ്ടിയിട്ട് അവളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ, അവളെ കൊണ്ടുവരുന്ന കാര്യങ്ങളോ, അവളുടെ എക്സ്ട്രാ ട്യൂഷൻസിനുള്ള ഫണ്ടിങ് ചെയ്യുന്ന കാര്യങ്ങളോ. അപ്പൊ ഞാൻ എല്ലാ രീതിയിലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിൽ ഐ ബി സക്സസ്ഫുൾ? ഞാൻ അച്ഛന്റെ കാര്യത്തിനൊക്കെ ശ്രദ്ധിക്കുന്നു, എന്നാലും അച്ഛന് ഇനി നാളെ എന്തെങ്കിലും അസുഖം കൂടുമോ, അച്ഛന് വല്ല പ്രശ്നം വരുമോ, പൈസയുടെ കാര്യത്തിൽ വീട്ടിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഇൻസ്പൈറ്റ് ഓഫ് മീ വർക്കിംഗ് ഹാർഡ്, ഇൻസ്പൈറ്റ് ഓഫ് മീ ടേക്കിംഗ് സോ മച്ച് ഓഫ് എഫേർട്സ്, വിൽ ഐ ബി ഏബിൾ ടു അപ്ലിഫ്റ്റ് ദ സ്റ്റേറ്റസ് ഓഫ് മൈ ഫാമിലി ഫൈനാൻഷ്യലി? അതുപോലെ അമ്മയുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ IAS ആയാലേ എല്ലാ രീതിയിലും പ്രോബ്ലം സോൾവ് ആവാൻ പറ്റുള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലപോലെ പഠിക്കണമുണ്ട്, ബട്ട് ഐ ഫീൽ ഐ വിൽ നോട്ട് ബി സക്സസ്ഫുൾ ഇൻ മൈ പ്രൊഫഷണൽ അച്ചീവ്മെന്റ്. ദിസ് ഈസ് വാട്ട് ഈസ് മെയിൻ സ്ട്രെസ് വാസ്. ആൻഡ് സ്പെഷ്യലി നമ്മൾ IBS എന്നൊക്കെ പറയുന്ന അസുഖങ്ങളിൽ ദർ ഇസ് ഓൾവേസ് എ ഇമോഷണൽ ഓർ മെന്റൽ സ്ട്രെസ് അസോസിയേറ്റഡ്. സോ മോർ എംഫസൈസ് ഈസ് ഗിവൻ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഇമോഷണൽ ഓർ ദ മെന്റൽ സ്ട്രെസ് ഓഫ് ദ പേഷ്യന്റ്. സോ ദിസ് ഈസ് വാട്ട് ദ പേഷ്യന്റ് ഈസ് സെയിങ്. അപ്പോൾ അതിന്റെ കൂടെ എൻസൈറ്റി, ഭയങ്കര പേടിയായി ഇയാൾക്ക്. സംസാരിച്ച് വരുമ്പോൾ ഇയാൾ പറയണത്, എനിക്ക് ഫ്യൂച്ചർ, അനിയത്തിയുടെ കല്യാണം, അനിയത്തിയുടെ അക്കാഡമിക് കാര്യങ്ങളെ പറ്റി പേടി, അച്ഛൻ്റെ അമ്മയുടെയും ആരോഗ്യത്തിനെ പറ്റി പേടി. സോ ലോട്ട്സ് ഓഫ് എൻസൈറ്റി. ഹി ഹിംസെൽഫ് ഈസ് സേയിങ് ദാറ്റ് ഐ എം വെരി ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് മൈ ഫാമിലി, വെരി ആങ്ഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഫ്യൂച്ചർ. സോ ഇൻ ജനറൽ ടു മച്ച് ഓഫ് എൻസൈറ്റി. അപ്പൊ ഈ കംപ്ലീറ്റ് കേസ് എടുക്കുന്ന സമയത്തും ഈ പേഷ്യന്റ് പറഞ്ഞു വരുന്നത് മിക്കവാറും 90% ഓഫ് ഹിസ് കണ്ടന്റ് ഇസ് അബൌട്ട് ഫ്യൂച്ചർ എൻസൈറ്റി. What will happen to my studies, what will happen to my mother's health, what will happen to my sister. Appo too much of anxiety about the whole future, about whole family or his profession or his family. ella aa oru element bhayangara picurious ആയി തോന്നി. ഓക്കെ, പിന്നെ ഈ സംസാരത്തിന്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, ഡോക്ടറെ ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാവോ, ഹോമിയോപ്പത്തിയിൽ സക്സസ് റേറ്റ് ഉണ്ടോ, എൻ്റെ IBS ശരിയാവോ, എനിക്ക് എന്നും വരുന്ന മൈഗ്രെയിൻ ഒന്ന് ശരിയാവോ. സോ ദിസ് വാസ് ഹിസ് മെയിൻ കൺസേൺ, വിൽ ഐ ബി ഓൾ റൈറ്റ്, വിൽ ഐ ബി ഓക്കെ. അപ്പൊ ഈ മൈഗ്രെയിൻ ഞാൻ പറഞ്ഞു, ഹൗ ഈസ് മൈഗ്രെയിൻ ഡിസ്റ്റർബിങ് യു? അപ്പൊ സോ ഹിസ് കൺസേൺ ഈസ് മൈഗ്രെയിൻ വന്നിട്ട് പൊക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല, പക്ഷെ മൈഗ്രെയിൻ കാരണം എനിക്ക് പഠിക്കാൻ പറ്റില്ല, എന്റെ നമ്പർ ഓഫ് അവേഴ്സ് കുറയുന്നു. അല്ലെങ്കിൽ മൈഗ്രെയിൻ കാരണം ഞാൻ എൻ്റെ അനിയത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണെന്നുണ്ടെങ്കിൽ അവളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ കൂടെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ കാരണം. സോ his main concern is, it's not the physical problem. IBS is not a problem. Migraine is not a problem. Back pain is not a problem. My problem is, if I have these ailments, I won't be able to work. I won't be able to do the needful for my family members or for my profession. Okay. അപ്പോൾ ഞാൻ പറയുന്നത്, നീ ഇത്രയും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീ ഡേ ആൻഡ് നൈറ്റ് അധ്വാനിക്കുന്നുണ്ട്, അപ്പൊ നിനക്ക് ഫൈനാൻഷ്യൽ ഇൻകമിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി യു ആർ വർക്കിംഗ് ഹാർഡ്, യു ആർ ഓൾസോ studying so that you upgrade your educational levels. So you are going on a right track. Why are you worried? അല്ല, ഇതൊക്കെ ഒരു തടസ്സങ്ങളാണ്. ഞാൻ പലതും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ പഠിക്കാൻ ഒരു 3 hours ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം അഥവാ അച്ഛനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ 3 hours കുറയും. അല്ലെങ്കിൽ അനിയത്തിനെ സ്കൂളിൽ പിക്കപ്പ് ചെയ്യാൻ പോകേണ്ടി വരും, എനിക്ക് അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പോകണം, അപ്പൊ എൻ്റെ ഒരു ഹാഫ് ആൻ അവർ അതിൽ വേസ്റ്റ്. അപ്പൊ ഇതൊക്കെ ഓരോന്ന് തടസ്സങ്ങളാണ്, ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ കാര്യങ്ങൾ നടക്കാൻ പറ്റണില്ല. സോ ദിസ് small obstacles are disturbing me. Okay, അതായിരുന്നു ഈ പേഷ്യന്റിന്റെ മെയിൻ കൺസേൺ. Okay, am I audible and visible? The PPT is clear? Okay. അപ്പൊ ഇതായിരുന്നു കേസ്. ഇത് PQRS മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. This is the course. So I hope everybody has understood the case. So now I'll go forward.
Okay, the second case, and I'm not going to tell about the second case now. I'll talk about it towards the end if I have time. Appo let's understand. Appo nammal oru remedy മനസ്സിലാക്കണം ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഒരു പേഷ്യന്റിനെ നല്ലപോലെ മനസ്സിലാക്കി എടുത്താൽ നമുക്ക് റെമഡിയുടെ ഒരു കോർ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. So as we all say, we are treating the sick, we are treating the man. So here we need to understand what is this man with IBS. IBS migraine oka pathological state ana. Appo who is this man suffering? This is very very important to come to the constitutional remedy or the simillimum, as we all talk about in homeopathy. Appo gist of the case, I mean, this is one exercise which I've done with my masters. Nangal student aayittu teachers ne kude irikkumbum parayna case mein kya samjha tumko. ഞാൻ മുംബൈയിലായിരുന്നു. അപ്പൊ മിക്കവാറും ഹിന്ദി പറഞ്ഞ തുമക്കോ കേസ് മേ ക്യാ സംജ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവണത്, ഈ കേസിൽ എന്താ ഉള്ളത്, ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി ഇല്ല. അപ്പൊ ഒരു പേഷ്യന്റിന്റെ കഥനെ ഒരു പ്രിസൈസ് ആയിട്ട് പറഞ്ഞു വന്ന ഈ കേസിൽ നമ്മൾ എന്താ കാണുന്നത്, ഈസ് വർക്കിംഗ് ആൻഡ് വർക്കിംഗ് ലോട്ട്സ് ഓഫ് ഹാർഡ് വർക്ക്. ഓക്കെ, ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, അക്കാഡമിക്കലിയും വർക്ക് ചെയ്യുന്നുണ്ട്, ഫിസിക്കലിയും വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പല തടസ്സങ്ങളുണ്ട്. അമ്മയുടെ അസുഖം, അച്ഛൻ്റെ അസുഖം, അല്ലെങ്കിൽ വീട്ടിലെ ജോലിയുടെ കമ്മിറ്റ്മെന്റ്സ് കാരണം പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്ന കാരണം ജോലിക്ക് പോയില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ദർ ഇസ് ലോട്ട്സ് ഓഫ് hindrances. So he feel there is lots of obstacles. That is his problem. Then characteristic qualities ആയിട്ട് എന്താ കാണുന്നത്, അമ്മ പറയുന്നത് ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര ചിയർഫുൾ ആണ്, ഒരു നല്ലൊരു പ്ലസന്റ് പേഴ്സണാലിറ്റി ആണ്. പക്ഷെ ഇപ്പോ ടു മച്ച് ഓഫ് ഡിക്റ്ററ്റോറിയൽ നേച്ചർ ആയിട്ടുണ്ട്. മാത്രമല്ല ദേഷ്യം, തൊട്ടനും പിടിച്ചിനും എല്ലാത്തിനും ഇവന് ദേഷ്യമാണ്. സോ ദാറ്റ് ഈസ് എ പ്രസന്റ് സ്റ്റേറ്റ്. ആൻഡ് വാട്ട് ഈസ് അനദർ characteristic presentation, how is he talking about his pathology? He's talking about future, lots of anxiety about future. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു റെമഡീനെ മനസ്സിലാക്കി എടുക്കുന്നതും പേഷ്യന്റിനെ മനസ്സിലാക്കി എടുക്കുക. ഇൻഡിവിജ്വലൈസേഷൻ പറയുന്നത് ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒലിപ്സാഗ് പറയുമ്പോൾ പറഞ്ഞത് പെത്തോളജി ഉണ്ട്, പക്ഷെ പേഷ്യന്റ് നമ്മളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻസൈറ്റിയോ റെസ്റ്റ്ലെസ്നെസ്സോ ഒന്നും കാണിക്കില്ല. പേഷ്യന്റ് എന്താ പറയുന്നത്, ഓ ഡോക്ടർ, ഗോഡ് ഈസ് ദെയർ ഫോർ മീ, ഡോണ്ട് വറി, ഗോഡ് വിൽ ഡു എവറിഥിങ് ഫോർ മീ. അത് പേഷ്യന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു വൈറ്റൽ ഫോഴ്സിന്റെ ഒരു റേഡിയേറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് വൈബ് ടുവേർഡ്സ് us, don't worry doctor. So whatever is innate, whatever is coming out naturally is the radiation of the vital energy to us, isn't it? അപ്പോൾ ഇവിടെ പേഷ്യന്റ് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടൊന്നും സംസാരിക്കില്ലേ. പേഷ്യന്റ് പറയുന്ന ഫ്യൂച്ചർ, വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ഫ്യൂച്ചർ, വാട്ട് വിൽ ഹാപ്പൻ ടു മൈ സിസ്റ്റർ, വാട്ട് വിൽ ഹാപ്പൻ ടു മൈ എഡ്യൂക്കേഷൻ, and he is also talking about hard work. He is talking about how very troubled he is because of the hindrances. Migraine is not a problem for him, but migraine is not allowing him to work. അപ്പൊ അതൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ടാണ് കാണുന്നത്. ഇത്രയും അധ്വാനിച്ചിട്ടും കണ്ടുവരുന്നത് എന്താണ്, ഡൗട്ട്സ് ഓഫ് സക്സസ്. ഓക്കെ, ഞാൻ ഇത്രയും ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ജയിക്കോ, വിൽ ഐ ബി സക്സസ്ഫുൾ, ഫൈനാൻഷ്യലി എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ, അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സക്സസ് റേറ്റ് അവിടെ ഉണ്ടാവും, അക്കാഡമിക്കലി അച്ചീവ്മെന്റ് കിട്ടുമോ, ഇതാണ് എന്നും മനസ്സിൽ കിടന്ന് വട്ടത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ മോറൽ ഓഫ് ദ കേസ്, ദിസ് ഈസ് ദ ജിസ്റ്റ് ഓഫ് ദ കേസ്. ഓക്കെ, സോ I am going forward. So now what we have to understand is the patient is working towards a goal. പക്ഷെ പല തടസ്സങ്ങളുണ്ട്. ഈ റിബൺ, റെഡ് കളറിന്റെ റിബണിൽ വെച്ചിട്ട് കൈയും കാലൊക്കെ കെട്ടിയത് എന്താണ്, ഇസ് ട്രൈങ് ടു മൂവ് ഫോർവേഡ്, ബട്ട് സംതിങ് ഇസ് പുള്ളിങ് ഹിസ് ലെഗ്സ് ബാക്ക്, സംബഡി ഈസ് പുള്ളിങ് ഹിസ് ഹാൻഡ്സ് ബിഹൈൻഡ്, സംബഡി ഈസ് ട്രൈങ് ടു ഗ്രാബ് ഹിസ് തൈസ്. അപ്പൊ അതിന്റെ അർത്ഥം സക്സസ് ഇസ് ദർ, ദിസ് ഇസ് വെർ ഐ വോണ്ട് ടു ഗോ, ഐ ആം വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്, ബട്ട് ഐ cannot reach because of hindrances. And there, what is troubling him, I can do it, but I can't do it. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുമോ എനിക്ക്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PQRS in this case. Okay, so shall I proceed further? Yes. Okay, അപ്പോ ഇത് ഈ കേസിന് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു റെമഡി, ഇറ്റ്സ് വെരി വെരി കോമൺ റെമഡി, ബട്ട് ഇറ്റ്സ് എ പോളിക്രസ്റ്റ്. ദ റെമഡി ഈസ് റൂട്ട ഗ്രാവിയോലൻസ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് അരുത്ത നല്ല മലയാളത്തിൽ പറയുന്നത്, ആ വേർഡ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്, അരുത്ത ഇസ് ദ റെമഡി. സോ ദിസ് ഇസ് എ വെരി വെരി കോമൺലി പ്രിസ്ക്രൈബ് റെമഡി. പക്ഷെ നമ്മളെല്ലാവരും കോമൺലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടെൻഡൻ, fibrous tendon is affected. It's given for uterine disorders. It's also a very good remedy for eye disorders. Okay, അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരാം, how the physicals can be correlated with the mental picture. So what Kent writes in his lectures on homeopathic materia medica is Ruta is another remedy often overlooked. ഇതാ ഞാൻ പറഞ്ഞത്, it's often overlooked because it's not very well known. I'm just reading the green highlighted part. Many of the symptoms are difficult to classify. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കംപ്ലൈൻസ് ആർ ഓഫൺ ബ്രോട്ട് ഓൺ ഫ്രം സ്ട്രെയിനിങ് ദ പാർട്ട്, ഓവർ സ്ട്രെയിനിങ് ഓർ ഓവർ എക്സേർഷൻ ഓഫ് ദ പാർട്സ്.
flexor tendons that have been overstrained. Appo nammal idu paranjirikkunna endanu vecha the tendons. What is tendon? Tendon is something which connects the muscles to the bone. Muscle has got the strength and the bone has got the ability to execute it. Appo our ability to do what you want to do is because the muscles and the bones are working together. Ipo endoru sana oru pena edukkanannundengilum oru 20 kilonde box eduthu maati vekkanannundengilum you need the well coordinated support of the muscles and the bones, and that happens only when the tendons, the connective tissue, that tendon has to be very, very capable, efficient. And the most important thing is it has to be very flexible. ടെൻഡൻസിന്റെ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു വരുന്നത്. ടെൻഡൻസിന്റെ ഫ്ലെക്സിബിലിറ്റി പോയാൽ ഇറ്റ് ബിക്കംസ് rigid. So that is where Ruta acts. Ruta acts because on the rigidity, restricted movements and the rigidity of the tendons. That is a very common indication, one of the common indication. Again, Kent is writing about how farmers iron ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുക. ഒരേ ഇൻസ്ട്രുമെന്റ് ഒരേപോലെ തട്ടിക്കൊണ്ടിരുന്ന ഒരേ രീതിയിൽ യൂസ് ചെയ്താൽ that particular tendon is working. ഓവർ സ്ട്രെയിനിങ് ജോബ് ആയിപ്പം ആ ഒരു പർട്ടിക്കുലർ ടെൻഡൻ. അപ്പൊ ഒരേ ഒരു ടെൻഡനെ ഇട്ടിട്ട് പണി ചെയ്ത് വരുമ്പോൾ ഇറ്റ് ഗോസ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഓവർ സ്ട്രെയിനിങ് ഓഫ് ടെൻഡൻസ്. ആൻഡ് ദാറ്റ് ഓവർ സ്ട്രെയിനിങ് ഓഫ് ടെൻഡൻസ് അത് ആദ്യം ഒരു കോൺട്രാക്ഷൻ അതിന്റെ കൂടി വരും. എബിലിറ്റി ടു ഫംഗ്ഷൻ വിൽ ഇൻക്രീസ്. പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസിങ് ദ കോൺട്രാക്ഷൻ ഓഫ് ഫ്ലെക്സേഴ്സ് സോ ദാറ്റ് ദ ഹാൻഡ്സ് ബിക്കംസ് പെർമനന്റ്ലി ഫ്ലെക്സ്ഡ്. കെന്റ് ഈസ് റൈറ്റിംഗ് ദിസ് വിച്ച് മീൻസ് യു ആർ straining and then you lose that flexibility, then you become permanently flexed. Okay, അതേ കാര്യം എഴുതിയിരിക്കുന്ന ocular muscles of the eyes. Your eyes are constantly rotating, moving in all directions. അതുകൊണ്ട് റൂട്ട ഇപ്പൊ ഈ ഇടയ്ക്ക് സ്പെഷ്യലി കോവിഡ് വന്ന ശേഷം റൂട്ട നല്ലപോലെ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് വി ഹാവ് ലോട്ട്സ് ഓഫ് ലാപ്ടോപ്സ്. സ്റ്റുഡൻസ് ഓൾസോ സ്റ്റാർട്ടഡ്. പണ്ടൊക്കെ IT സെക്ടറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന നമ്മൾ ഹോമിയോപാത്സും കൂടെ അത്ര ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വെബിനാർസ്, students are using laptops, lots of laptop work. So what is laptop work? You are constantly looking into the screen. സ്പെഷ്യലി കുട്ടികൾ സ്ക്രീനിൽ നോക്കുക, നോട്ട്സ് എഴുതുക, പുസ്തകം വായിക്കുക പിന്നെയും. സോ ദ മസിൽസ് ആർ കോൺട്രാക്ടിങ് എവറി നൗ ആൻഡ് ദെൻ there is a change in what that muscle is doing, looking into the screen, looking into the book. This is causing lots of overstraining of the ocular muscles. അപ്പോൾ ocular musclesന്റെ പാത്തോളജിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് റൂട്ട. ഓക്കെ, so see, again Kent has written, when in copying, the second paragraph I'm reading, when in copying the manuscript is placed here, copying at a different distance. ഇതിപ്പോ Kent അന്ന് എഴുതിയതായിരുന്നു, അന്ന് എത്രമാത്രം കോപ്പിങ് ചെയ്തിട്ടുണ്ടെന്ന് I don't know, but today this is too much, especially after COVID. We all are doing it, especially students are doing this. Okay, so that is why too much of Ruta is used in eye pathology. അപ്പൊ overstraining of eyes വരും. എൻ്റെ ഇപ്പൊ ഇവിടെയും തന്നെ കുറെ പേഷ്യൻസ്, my own family members ഒക്കെ, ഓഫീസ് is a closed environment. ഓഫീസിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് 9 o'clock to 6 o'clock or 7 o'clock and all. They are constantly sitting on the laptop, attending meetings over on the laptop. വെളിയിൽ ഇറങ്ങി ഉടനെ അവർക്ക് വാട്ടറിങ് ഓഫ് ഐസ്, റെഡ്നെസ് ഓഫ് ഐസ്, കണ്ണ് ഒരു നീറ്റൽ, ബേണിംഗ് ഓഫ് ഐസ്. വൈ? ബിക്കോസ് നമുക്കുള്ള റുബ്രിക് ആണത്, ദ പേഷ്യന്റ് റൈഡ്സ് ഇൻ കോൾഡ് വിൻഡ്. അപ്പോൾ ഓവർ യൂസിങ് ചെയ്തു ഇൻ എ ക്ലോസ്ഡ് എൻവയറമെന്റ്. കുട്ടികൾ മുറിയിൽ ഇരുന്നിട്ട് പണി ചെയ്യുക, അല്ലെങ്കിൽ അഡൾട്ട്സ് IT സെക്ടേഴ്സിലൊക്കെ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുക, ആൻഡ് ദെൻ യു ആർ എക്സ്പോസിങ് യുവർ സെൽഫ് ടു ദ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വിച്ച് ഇസ് കോൾഡർ. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വി ആർ കോൺസ്റ്റന്റ്ലി യൂസിങ് ദിസ് റെമഡി. ഓക്കെ, സോ നൗ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഈസ് ഓൾസോ റിഫ്ലെക്റ്റഡ് ഓൺ ദ മെന്റൽ പ്ലെയിൻ. അപ്പോ മെന്റൽ റുബ്രിക്സിൽ നോക്കിയ മൈൻഡ് സെക്ഷനിൽ വി ഹാവ് ദിസ് റുബ്രിക്സ്: cheerful, generous, harmony, desires, quarreling, aversion to. അപ്പൊ ഒരു ഹെൽത്തി സ്റ്റേറ്റിലാണ്. ഹെൽത്തി സ്റ്റേറ്റിൽ the tendons are very healthy. What is healthy state of a tendon? The main important duty of the tendon is to be flexible. Flexible എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച, എല്ലാ രീതിയിലും ഒരു അഡ്ജസ്റ്റിംഗ് പേഴ്സണാലിറ്റി. അപ്പൊ ആ പേഴ്സണാലിറ്റി അവരുടെ ഒരു സ്വഭാവത്തിലും കാണും. അവർക്ക് ക്വാറലിംഗ് ഇഷ്ടമല്ല, അവർക്ക് എന്തൊരു വാക്കും തർക്കം, ഇപ്പൊ ഹസ്ബൻഡ് വൈഫാണോ അച്ഛനോ അമ്മയാണോ, ഒരു വാക്കും തർക്കങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ പറയും let's adjust, let's cooperate, because I don't want quarreling. I want everything to go in a harmonious way. Let us live peacefully. ഇത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. അതാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ടെൻഡൻസ്. അപ്പൊ അത് ആ ഒരു പേഴ്സണാലിറ്റി. കാരണം അതുപോലെ ജനറസ് എന്ന് പറഞ്ഞാൽ നിനക്ക് 20 രൂപ വേണമെന്നാ 200 രൂപ വെച്ചോ നീ. സോ ദാറ്റ് ഈസ് ജനറസ് ടു.
That is a flexibility of his mind, that I want to help this person. Let me go out of my way and help this person. He's asking for 20 rupees. Let me give him 200 rupees. ആ ഒരു ഫ്ലെക്സിബിൾ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ അത്രയും ഹാർഡ് വർക്കിംഗ് എബിലിറ്റി വരുന്നത്. കാരണം അത്രയും ആ ഒരു ക്വാളിറ്റി അവരുടെ സ്വഭാവത്തിലും ഉണ്ട്. ഓക്കെ, ദ വേ യുവർ മസിൽസ് ആൻഡ് allows to move back and forth along with the bone is because of the tendons. അപ്പൊ അതേ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പാത്തോളജിയിലാണ് യൂഷ്വലി അവർ പേഷ്യൻസ് കം ടു us in a morbid state, pathological സ്റ്റേറ്റിലാണ് വരിക. അപ്പൊ ഈ ഒരു ഹെൽത്തി സ്റ്റേറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ you have to always ask this question: how was this person or a patient before pathology started? ഓക്കെ, അപ്പൊ IBS വരുന്ന മുമ്പ്, മൈഗ്രെയിനിന്റെ മുമ്പ്, അല്ലെങ്കിൽ കുട്ടി പണ്ട് കോവിഡിന്റെ മുമ്പ് കുഞ്ഞിന്റെ സ്വഭാവം എന്തായിരുന്നു, അല്ലെങ്കിൽ കണ്ണിന്റെ അസുഖമൊക്കെ ഇപ്പോഴാണ്, പണ്ട് എങ്ങനെയായിരുന്നു. സോ വാട്ട് എവർ, ഇഫ് യു ലുക്ക് ഇൻ ടു ദ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ദ ക്വാളിറ്റീസ്, യു വിൽ ഗെറ്റ് ഓൾ ദി സെറ്റ് ഓഫ് ഇമോഷണൽ ക്വാളിറ്റീസ് ഓഫ് ദ പേഴ്സണാലിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് കോർ എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ഇൻ ഓൾ സെൻസ്. ഫിസിക്കൽ ലേബർ കുറെ ചെയ്യും, intellectual labor ചെയ്തെടുക്കും. And why is this person working hard? Because he's got that ability to do it. Ability is the flexibility to do efforts. അപ്പൊ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ obviously there's lots of over exertion എന്ന് പറഞ്ഞാൽ ailments from mental exertion. We have 69 remedies in ailments from mental exertion. പിന്നെ physical exertion ഞാൻ ഇവിടെ PPT ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. We all know how physical exertion കാരണം ഐസ്, യൂട്രസ്, after labor this remedy is very good after prolonged labor. അപ്പൊ യൂട്രസിന്റെ ടെൻഡൻസിനെ ഹെൽപ്പ് ചെയ്യാനും നമ്മളുടെ ഫ്ലെക്സർ ടെൻഡൻസിനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഫിസിക്കൽ എക്സേർഷൻ കാരണമാണ്. ഐ ഹാവ് നോട്ട് ആഡഡ് ഹിയർ, ബട്ട് ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ എവറി വൺ ഓഫ് us, so I have not added. Again, this I just now explained. Ruta is very very common remedy. Prolonged use of the eyes. അപ്പൊ ഐസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാഫറിക്കൽ, ഇപ്പം നമ്മള് മൈൻഡ് ബോഡി ആക്സിസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അപ്പൊ നമ്മള് മനസ്സുകൊണ്ട് എന്താ കാണണമെന്ന് പറയില്ല, അതുപോലെ ഐസ് ഈസ് വാട്ട്? ഐസ് ഈസ് ഫോർ വിഷൻ. വിഷൻ ഈസ് വാട്ട്? വിഷൻ ഈസ് ഐ ക്യാൻ സീ. അപ്പൊ ഈ പേഷ്യന്റിനെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഫ്യൂച്ചർ. So eyes is vision, vision is future. So when your eyes, ocular muscles are strained, we have lots of future related rubrics. Appo mind section nokia, the patient is always worried about what is going to happen in future. Present in a petty tip, for example, nammal natrum neuro ka parna brooding in the past aanu. Sepia പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ഈ റെമഡിനെ പറ്റി ഞാൻ സംസാരിക്കുന്ന, ഈ റെമഡിയിൽ പഴയതിനെ പറ്റിയിട്ട് ഒന്നുമില്ല, പ്രസന്റിനെ പറ്റിയിട്ട് അവർക്ക് ഒന്നുമില്ല. അവർക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, ഇന്ന് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടോ, ഇന്ന് എനിക്ക് IBS ഉണ്ടോ, this is not their concern. What will happen to the future? So there is lots of anxiety about future. There is fear with anxiety, lots of fear, what might go wrong. Pinne despair with anxiety. The most important rubric is success anxiety from doubt about. We have only 3 remedies in the entire materia medica. Appo advanikinu പക്ഷെ anxiety എന്തിനെ പറ്റിയിട്ട് anxiety? Whether I will be successful or not, whether I will get the end results, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച രീതിയിൽ എത്താൻ പറ്റും. ദാറ്റ് ഈസ് എ സക്സസ്. ഓക്കെ, വാട്ട് എവർ എഫേർട്സ് യു ടേക്ക്, യു ഹാവ് എ സക്സസ് അസോസിയേറ്റഡ്. അപ്പൊ അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഡെസ്പെയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ആൻഡ് ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ഇതൊക്കെ ഈ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവർക്ക് ഭയങ്കര മെന്റൽ ഇൻസെക്യൂരിറ്റിയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ there is lots of impatience because you are thinking about the future, you are not focused, you are thinking about your vision is far, you're looking into the future, so you have lots of future related rubrics. അതുപോലെ fear something terrible is going to happen. എല്ലാം ആവണത്ര എല്ലാം പോസിറ്റീവായിട്ട് യു ആർ വർക്കിംഗ് ടുവേർഡ്സ് യുവർ ambition, but still you are having the fear that something will go wrong with me. Okay, so this is the most characteristic rubric. Anxiety, success anxiety from doubt about. Appo idine namukku correlate cheyan pattunnathu uterus la. If you look into the uterine pathology, this remedy is very good for abortion, especially during the 6th, 7th, 8th month of pregnancy. Appo uterus na parna is an organ of productivity. What is uterus? It is producing your next kid. ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാന്ന് പറഞ്ഞാൽ that is the productivity, isn't it? അതുപോലെ ഒരു എല്ലാം ഒരു എൻഡ് റിസൾട്ട്, IAS ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് വെദർ ഐ വിൽ ബി സക്സസ്ഫുൾ, whether I'll be able to successfully give birth to my child, whether I'll be able to successfully continue this pregnancy for 9 months and give rise to give birth to a healthy baby. അപ്പോൾ ആ ഒരു മെന്റാലിറ്റിന്റെ ഇടയ്ക്ക് ആ ഒരു പ്രഗ്നൻസി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മനസ്സിന് ഒരു സംശയം, പറ്റുമോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ?
ആ ഒരു സംശയം കാരണം you have this rubric abortion at 6-7 because you have successfully been doing your work. അപ്പൊ എങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ കാണുന്നത് ഇപ്പോ ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കലായിട്ട് പറയാം, ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും പഠിക്കാൻ പോണ കാലത്ത് there used to be other students. Okay, so the students are like, doctor, I mean, sir, I am doing homeopathy, I have done homeopathic graduation, I'm trying to learn homeopathy, लेकिन will I be successful in my practice? सब लोग അലോപ്പത്തി कर रहे हैं, എല്ലാം ഫ്രണ്ട്സ് അലോപ്പത്തി ചെയ്യുന്ന കാരണം കാശ് കിട്ടും എല്ലാം ഉണ്ടാവും, പക്ഷെ ഞാൻ ഹോമിയോപ്പത്തി ഇട്ടാ സക്സസ്ഫുൾ ആയിരിക്കുമോ? അപ്പോൾ നല്ലപോലെ നീ പഠിച്ചിട്ടുമുണ്ട് and your homeopathic knowledge is very good, so why are you not starting with your homeopathic practice? No sir, I think I will not be successful about it. So you have finished, you are almost reaching, you have finished the main requirement. പഠിച്ചെടുക്കുന്നത് വലിയൊരു റിക്വയർമെന്റ്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന വലിയൊരു റിക്വയർമെന്റ് ആണ്. അതിനുശേഷം നമുക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യല്ലേ വേണ്ടു. അപ്പൊ ആ ഒരു എൻഡ് സ്റ്റേജിൽ വന്നിട്ട് നീ എന്തിനാണ് എന്നെ സംശയിക്കുന്നത്? സോ ദാറ്റ് ഈസ് എൻസൈറ്റി ഫ്രം ഡൗട്ട്, ആൻഡ് അറ്റ് ദാറ്റ് എൻഡ് സ്റ്റേജ് യു ആർ അബോർട്ടിംഗ് ദാറ്റ് മിഷൻ. What are you aborting? You want to be a reputed homeopath, but you are aborting your mission. അപ്പോൾ എൻ്റെ ആ സാറ് കൊടുത്തിരിക്കുന്ന റൂട്ട, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് have got റൂട്ട from us, from the sir. You know why? Because ആ ഒരു ലാസ്റ്റ് ടെർമിനൽ സ്റ്റേജ് ക്ലിനിക്കൽ എക്സ്പീരിയൻസും ആയി അക്കാഡമിക് നോളജും ആയി ഇനി പോയി പ്രാക്ടീസ് സെറ്റ് ചെയ്യേ വേണ്ടു. ആ സമയം നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു സംശയത്തിൽ അതിനെ വിട്ടിട്ട് അലോപ്പത്തി പ്രാക്ടീസ് ചെയ്യാൻ പോണത് is like you have lots of fear, anxiety about whether I'll be successful. So that is how you can correlate it with the abortion for the later terminal stage of pregnancy. So when this patient goes into pathology, I mean, a healthy state, like patient is in a very good, vibrant mood, cheerful, generous, harmony desires. പക്ഷേ ഒരു pathology set ആയ ശേഷം ഒരു deviation of vital force വന്ന ശേഷം this person goes into anger. So if you see, there's lots of anger. ആ അമ്മ പറഞ്ഞ പോലെ തൊട്ടനും പിടിച്ചനൊക്കെ ദേഷ്യം, easily anger trifles, anger violent. എന്നിട്ട് മിക്കവാറും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇവന് ദേഷ്യം വന്നാൽ ഇവന്റെ നിറം മാറും, ആളിന്റെ സ്വരൂപമേ മാറും ഒരു ദേഷ്യം വന്ന. സോ ദാറ്റ് ഈസ് ആംഗർ ബിസൈഡ് വൺ സെൽഫ്, ആംഗർ വിത്ത് ട്രിഫിൾസ്. സോ ബിസൈഡ് വൺ സെൽഫ് ഈസ് ആ ഒരു പേഴ്സണാലിറ്റിയെ മാറി, ഇതെന്റെ മോൻ തന്നെയാണോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നുന്നു, അത്രമാത്രം ഇവന്റെ ഒരു നിറം മാറും ദേഷ്യം വന്നു. സോ ദാറ്റ് ഈസ് ആംഗർ ബിസൈഡ്സ് oneself with trifles. Okay, again you have only 3 remedies in the entire materia medica. So these are the characteristic presentation of this remedy. Okay, so now we will talk about how inflexibility of tendons. അപ്പൊ നമ്മൾ ലാസ്റ്റിൽ നമ്മളുടെ മെയിൻ പ്രിസ്ക്രിപ്ഷൻ എന്തിനാ നമ്മൾ കൊടുക്കാറില്ല, റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കാറുള്ളത്, ഈ റെമഡി ഓൺ എ ഫിസിക്കൽ പ്രിസ്ക്രിപ്ഷൻ. അതേപോലെ അതേ ഒരു ഇൻഫ്ലെക്സിബിലിറ്റി, അതേ ഒരു റിജിഡിറ്റി കംസ് ഓൺ എ മെന്റൽ പേഴ്സണാലിറ്റി ഓൾസോ. ഓൺ ദ മൈൻഡ് സിംറ്റംസ് ഓൾസോ വി ഗെറ്റ് ദ റൂബ്രിക് പീഡന്റ്. പീഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പിടിവാശിയുള്ള ഒരാൾ. പിടിവാശി എന്തിനുള്ള ഒരു പിടിവാശി? ഇന്ന കാര്യം ഇന്ന രീതിയിലേ നടക്കാൻ പാടുള്ളൂ. എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് ബോഗർ മെത്തേഡിലെ കേസ് ടേക്കിംഗ് ചെയ്യാൻ പാടുള്ളൂ. ബോർണിംഗ്ഹൗസൻ മെത്തേഡ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, യു ഷുഡ് ഡു ദാറ്റ് ഓൺലി. അല്ലെങ്കിൽ ICRന്റെ നമ്മളുടെ അവിടെ ഉണ്ടായിരുന്നു. സോ യു ഹാവ് ടു ഫോളോ ദാറ്റ് പർട്ടിക്കുലർ മെത്തേഡ് ഓൺലി. ദിസ് ഇസ് റിട്ടേൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, സോ ദിസ് ഹാസ് ടു ഹാപ്പൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ വേ. അപ്പൊ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു വന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിരിക്കണം അതേ രീതിയിലായിരിക്കണം. സോ ദാറ്റ് ഈസ് ദ റൂബ്രിക് പീഡന്റ്. മീൻസ് ഇറ്റ് ഷുഡ് ഹാപ്പൻ ഇൻ ദാറ്റ് ഫോം ഓൺലി. IBS ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ അമ്മ എന്തിനാ ഇന്ന് ആഹാരം ഉണ്ടാക്കിയത്? അതുപോലെ എനിക്ക് കൃത്യസമയത്തിന് ആഹാരം വേണം, അതാണല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ഐ ആം എ പേഷ്യന്റ് ഓഫ് IBS, why don't you put me on a proper diet on a proper time? So that is a kind of pedancy. Okay, അതുപോലെ അനിയത്തി കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ this is the formula and you should write formula first and then start solving your maths. Okay, so that kind of adamance in following the rules. അതുപോലെ ഈ ഒരു പിടിവാശി കാരണം ആർക്കും ചുറ്റും അച്ഛനോ അമ്മയ്ക്കോ അനിയത്തിക്കോ ഹസ്ബൻഡ് വൈഫ്, nobody will like a person like this, isn't it? So they are always discontented. എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരെയും തൊട്ടനും പിടിച്ചനും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. സോ വെരി സെൻസോറിയസ് ഈസ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് they are always angry and upset with everybody because nobody is following what they want. They are dictatorial, they are pedant. But is the people around doing that? എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന്. അപ്പോൾ അവർക്ക് അമ്മയോട് ദേഷ്യം, അച്ഛനോട് ദേഷ്യം, വീട്ടിൽ കുടുംബക്കാരോട് ദേഷ്യം, എല്ലാവരോടും ഒരു ഡിസ്കണ്ടന്റ് സ്റ്റേറ്റിൽ. ഇതേ പേഴ്സണാലിറ്റി ആയിരുന്നു പണ്ട്, എന്നും ഒരു ഹാർമോണിയസ് സ്റ്റേറ്റ്, എന്നും ചിയർഫുൾ സ്റ്റേറ്റ്. ബട്ട് നൗ വിത്ത് ഡീവിയേറ്റഡ് പത്തോളജി ഈസ് ബിക്കം ഡിസ്കണ്ടന്റഡ്.
അതുപോലെ സംശയം, again സംശയം is all related to this only. അതും ബെസ്റ്റ് ഫ്രണ്ടിനോടുള്ള സംശയം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനോട്, അത്രയും വിശ്വാസമുള്ള അച്ഛനോട് സംശയം, അമ്മയോട് സംശയം, അങ്ങനെ സ്വന്തം വീട്ടുകാരോടും ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ സംശയം. സോ ദിസ് ഈസ് ഹൗ ദ പെത്തോളജി ഡീവിയേറ്റ്സ്. ഓക്കെ, ആൻഡ് വെരി അബ്രപ്റ്റ്, ഭയങ്കര ഷാർപ്പ് സ്പീച്ച്. മോനെ ആഹാരം വേണോ? വേണ്ട. സോ ഇവൻ ആ വേണ്ട എന്ന് പറയുന്നതില് അമ്മയ്ക്ക് തോന്നും ഒറ്റ ചൂടോടെ ഒരു അടി തന്ന പോലെ. That kind of sharpness is seen in the speech. So this symptoms you get from the relatives when they talk about the patient. Along with this, Ruta was very generous, was very harmony desire for. അപ്പൊ ആ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഇപ്പൊ പേടിയാണ്, അവർക്ക് എല്ലാ കാര്യത്തിലും പേടിയാണ്. അപ്പൊ ജനറസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേ പോയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അതേ പേഴ്സണാലിറ്റി ഇപ്പൊ പേടിച്ച് ഒതുങ്ങിയിരിക്കും, അവർക്ക് എല്ലാ കാര്യത്തിലും പേടി. ഫിയർ ഓഫ് പെയിൻ, ഫിയർ ഓഫ് മെഡിസിൻ, ഓഫ് ടേക്കിംഗ് ടു മച്ച് ഓഫ് മെഡിസിൻ, ഫിയർ സംതിങ് വിൽ ഹാപ്പൻ. Okay, fear of impending disease. ഈ അസുഖം കാരണം എനിക്ക് എന്തെങ്കിലും ആവോ. This is the fearful state of these personalities. Okay, this is the last slide. I will not talk more about this because സമയം ഉണ്ടല്ലേ. ഇത് mostly these symptoms were most seen in the second case. So I will not talk about this, but this is the last state of the remedy. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ Ruta is all about. So Ruta is all about work, work, work. Along with that, you have a fear that I will not be successful. And then along with that, you have lots of anxiety about future, fear about future. And along with all these things, how are you going to behave? The patient is going to be very angry. Tottanum pidichana desham, dictatorial aayirikkum personality. Okay, so very good remedy. Present day we all use this remedy on a physical level, but please ഇനി തൊട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി, എങ്ങനത്തെ ഒരു ജേർണി ഒരു പേഷ്യന്റിന്റെ കേസിൽ കണ്ടുന്നുണ്ടെങ്കിൽ I think you can use this as a constitutional prescription or a polycrest remedy. So this is all about Ruta. This is one phase. ഞാൻ പറഞ്ഞില്ലേ 1 hour 45 minutes is not enough to complete the entire journey. ഇനിയിപ്പോൾ ആ ഒരു സിഫിലിറ്റിക് ഫേസിലോട്ടേക്ക് മൂവ് ആകുമ്പോൾ ഒന്നും കൂടെ ഡിറ്റോറിയേറ്റഡ് പേഴ്സണാലിറ്റി വരുമ്പോഴാണ് അവരുടെ ഒന്നും കൂടെ ഒരു worst case of symptoms is exhibited. That is a syphilitic state of symptoms. Okay, so that is case 2. I will talk about it later because I don't think we have enough time today to cover that also. So this is how Ruta is usually presented. Most of the times we see such cases, hardworking personalities who have doubt about future. So I end my session here. എല്ലാവർക്കും ഇനിയും ഈ റൂട്ടനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ read a lot. അതുപോലെ നിങ്ങളുടെ വല്ല Ruta patients, successful patients ഉണ്ടെങ്കിൽ take 15-20 minutes with them, talk to them. Little more conversation with your successful patients will teach you a lot about that remedy. And read a lot and share your experiences so that we all will learn. Okay, appo ellarkum nanni, thank you very much. I am open for any doubts if anything, and if I get an opportunity ഞാൻ റൂട്ടയുടെ ഒരു സിഫിലിറ്റിക് സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും അത് ഫ്യൂച്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതുപോലെ there is another, I think I have not added, there is another rubric, delusion hindrance. തൊട്ടതും പിടിച്ചതൊക്കെ ഒരു തടസ്സമായിട്ട് അവർക്ക് തോന്നുക. സോ ദിസ് ഈസ് ദാറ്റ് റുബ്രിക്, ഡിലൂഷൻ ഹിൻഡ്രൻസസ്. അപ്പൊ ഹിൻഡേർഡ് ഈസ് അത് അസുഖം, അച്ഛന്റെ അമ്മയുടെ അസുഖം കാരണം തടസ്സം ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം എനിക്ക് ജോലിക്ക് പോകണം, അനിയത്തിയെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ അസുഖം കാരണം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. സോ the person can be a hindrance, situation can be a hindrance, or the disease can be a hindrance. So this is another associated rubric that is seen in most of the cases. So try to understand, try to read more, and try to see Ruta in your patients. So thank you very much. ഡോക്ടർ പത്മപ്രിയ, വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. അത്യാവശ്യം റൂട്ടയുടെ ഒരു പിക്ചർ എന്തൊക്കെ ആയിരിക്കും പേഷ്യന്റ് പറയാൻ പോണത്, റൂട്ട മെഡിസിൻ സെലക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ഒരു പേഷ്യന്റ് നമ്മളടുത്ത് വന്നിരിക്കുമ്പോൾ പറയുന്നത്, നല്ലൊരു രൂപം തന്നെ നമുക്ക് കിട്ടി, നല്ലൊരു പിക്ചർ നമുക്ക് മനസ്സിൽ ഉണ്ടായി. വളരെ സന്തോഷം. പത്മപ്രിയ ഡോക്ടറുടെ ഏതെങ്കിലും ഈ റൂട്ട മരുന്ന് കൊടുത്ത് സക്സസ് ആയ കേസുകളെ കുറിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ദേവൻ ഡോക്ടറൊക്കെ ഉണ്ട്. അതുപോലെ ആർക്ക് വേണമെങ്കിലും റൂട്ടയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പത്മപ്രിയ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ സമയമുണ്ട്, ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ കവർ ദാറ്റ് വൺ മോർ സ്ലൈഡ് വിച്ച് വിൽ ടോക്ക് അബൌട്ട് ദ ലാസ്റ്റ് ഫേസ്. എത്ര സമയം എടുക്കും?
9:45 ആണ് ഇപ്പൊ. ഇനി ഒരു 15 മിനിറ്റ്, 45, 55. Okay, I'll take only ഡോക്ടർ എത്ര സമയം എടുക്കും? അടുത്ത സ്ലൈഡിന് എത്ര സമയം എടുക്കും ഉദ്ദേശം? ഒരു സ്ലൈഡേ ഉള്ളൂ. ഒരു സ്ലൈഡിന്റെ ഒരു സ്റ്റേറ്റ് ആണത്. അപ്പൊ ഇത് ഞാൻ പറയാം. ഇതിപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ദിസ് ഇസ് ഹൗ സി എവറി റെമഡി ഹാസ് ഓൾസോ ഗോട്ട് സ്റ്റേറ്റ്. സോറിക് സ്റ്റേറ്റ്, സൈക്കോട്ടിക് സ്റ്റേറ്റ്. അപ്പൊ ഈ റെമഡിയും സൈക്കോട്ടിക് സ്റ്റേറ്റിൽ പോകുമ്പോഴാണ് ഫ്യൂച്ചർ, തോട്ട്സ് അബൌട്ട് ഫ്യൂച്ചർ, അബ്സോർബ്ഡ് അബൌട്ട് ഫ്യൂച്ചർ, ഡെസ്പയർ അബൌട്ട് ഫ്യൂച്ചർ, ആ ഒരു സ്റ്റേറ്റ് വരുന്നത് ഒരു സൈക്കോട്ടിക് മൈസമിലോട്ടേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അതുപോലെ വി ഹാവ് ഗാംഗ്ലിയോൺസ്, ബർസൈറ്റിസ്. അപ്പൊ ഗാംഗ്ലിയോൺ ഓൺ ദ ടെൻഡൻസ്, ദിസ് ഇസ് വൺ ഓഫ് ദ വെരി ഗുഡ് റെമഡീസ്, isn't it? അപ്പൊ ആ ഒരു സ്റ്റേറ്റ് യു ഡോണ്ട് സഡൻലി കം ഡൗൺ വിത്ത് ഗാംഗ്ലിയോൺ. ഇറ്റ്സ് സ്ലോലി ഡെവലപ്പിംഗ്. ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസോർഡർ. ടെൻഡൻ ഡാമേജ് ആവാനും സ്ലോലി ആണ് സംഭവിക്കുന്നത്. അതുപോലെ സോറ ടു സൈക്കോട്ടിക് സ്റ്റേറ്റിൽ വരുമ്പോൾ നമുക്കൊരു ഗാംഗ്ലിയോൺ വരും. അതുപോലെ സൈക്കോട്ടിക് സ്റ്റേറ്റ് ഒരു സിഫിലിറ്റിക് സ്റ്റേറ്റിൽ നമ്മൾ നോർമൽ ലാംഗ്വേജിൽ പറയില്ലേ, ഒരു വഷളായ അവസ്ഥ എന്ന് പറയില്ലേ. സോ ഇറ്റ് ഈസ് ദിസ് പേഷ്യന്റ്, ഇഫ് ഐ ഡോണ്ട് ട്രീറ്റ് ദിസ് പേഷ്യന്റ് വിത്ത് റൂട്ട റൈറ്റ് നൗ, ദിസ് IBS is going to be deteriorated. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് വേഴ്സ്റ്റ് കേസ് ലൈക്ക് കംപ്ലീറ്റ് പാരലൈസിസ് ഓഫ് ദ മസിൽസ്, റെക്ടൽ പ്രൊലാപ്സിനൊക്കെ നല്ല ഒരു റെമഡിയാണ് റൂട്ട. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ വരുമ്പോൾ ദ പേഷ്യൻസ് ഡിസ്പോസിഷൻ ഓൾസോ ചേഞ്ച്. സോ വെൻ ദ പേഷ്യന്റ് മൂവ്സ് ഫ്രം ദ സോറിക് സ്റ്റേറ്റ്, ദ ഹെൽത്തി സ്റ്റേറ്റ്, ഇൻ ദ cheerful state, and when the patient becomes psychotic, he's more about anger, he's more into absorbed future, despair. Finally he moves into this syphilitic state. Syphilitic state വരുമ്പോൾ പേടി ഒന്നും കൂടെ കൂടി, എല്ലാത്തിനും അധികം പേടി അധികമായിട്ട് this person will become very sensitive towards everything. ന്യൂസിൽ വല്ല മിസ്ഫോർച്യൂൺസിനെ പറ്റിയിട്ട്, അപകടങ്ങളെ പറ്റിയിട്ട്, ഇതുപോലെ ബോംബ് സ്പോട്ട്, വാർ, അവിടെ മർഡറായി, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദിസ് പീപ്പിൾ ബിക്കം വെരി വെരി സെൻസിറ്റീവ്. അവരുടെ പെത്തോളജി ഒന്നും കൂടി ഡിറ്റോറിയേറ്റ് ആവും. സോ ദ പേഷ്യൻസ് നമുക്ക് ഇത് ഡയറക്ട്ലി ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും, ഇപ്പൊ വാർ തുടങ്ങിയില്ലേ, ഇനി എൻ്റെ അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ കൂടും. ആ TV ഓൺ ചെയ്ത ന്യൂസ് കേട്ടോ അമ്മ ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. So horrible things, sad stories affect her profoundly. അത് റുബ്രിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്റെ പിക്ചറിൽ. മിസ്ഫോർച്യൂൺ ഓഫ് അതേഴ്സ്, സ്പെഷ്യലി ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മിസ്ഫോർച്യൂൺ വന്നാൽ ദേ ആർ ഓൾ ദ മോർ എഫക്റ്റഡ് ബൈ ദാറ്റ്. ഓക്കെ, അത് നമ്മളുടെ വീട്ടുകാരും സ്വന്തക്കാരാവണമെന്നില്ല. ആരുടെ ലൈഫിലും വല്ല മിസ്ഫോർച്യൂൺസ്, ഇപ്പോൾ പല ന്യൂസ് ചാനൽസ് ഓപ്പൺ ചെയ്താൽ വി ഹാവ് സോ മെനി മിസ്ഫോർച്യൂൺ സ്റ്റോറീസ്. ഓക്കെ, സോ ദിസ് പീപ്പിൾ ആർ വെരി മച്ച് എഫക്റ്റഡ് ബൈ ദ സ്റ്റോറീസ്. അതുപോലെ ദസ് ടു മച്ച് ഓഫ് സുസൈഡൽ ടെൻഡൻസി വരും ലാസ്റ്റ് സ്റ്റേറ്റിൽ. അത്രയ്ക്ക് അവരുടെ മെന്റൽ pathology വേഴ്സ്റ്റ് ആയി, ഫിസിക്കൽ pathology is also bad. So now they become suicidal because of pains. Whenever they are in a state of pain, they become very suicidal. And because of this suicidal tendency, because of so much of fear, so much of despair, they go into a state of wretched എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് പിറ്റി. എങ്ങനത്തെ ഒരു അവസ്ഥ വന്നുല്ലോ എനിക്ക്, ഞാൻ എന്ത് നല്ല രീതിയിലായിരുന്നു ജീവിച്ചത്. ഐ വാസ് വെരി ഹാപ്പി, ചിയർഫുൾ, ജനറസ്. ഐ വാസ് ഹെൽപ്പിംഗ് എവറിബഡി. ഐ വാസ് വർക്കിംഗ് സോ ഹാർഡ്. ഐ വാസ് വർക്ക് വിത്ത് ലോട്ട്സ് ഓഫ് പാഷൻ, ഫിസിക്കലി, ഇന്റലക്ച്വലി, മെന്റലി. ഐ വാസ് വർക്കിംഗ്. ടുഡേ ഐ ഹാവ് കം ടു ദിസ് സ്റ്റേറ്റ്. ഐ കനോട്ട് ബെയർ ദിസ് പെയിൻ. അപ്പൊ അത്രയും വഷളായ ഒരു അവസ്ഥയിൽ, ഒരു സിഫിലിറ്റിക് സ്റ്റേറ്റിൽ വരുമ്പോൾ ദേ ഗോ ഇൻ ടു എ സുസൈഡൽ ടെൻഡൻസി. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് wretchedness. ഇത് പിന്നെ നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും, ഏത് രീതിയിൽ മരുന്ന് കൊടുത്താലും, ഇപ്പൊ അലോപ്പത്തിക്, ആയുർവേദിക്, ഹെർബൽ, whatever medication, they always have this too much of doubt about the recovery. ഞാൻ ശരിയാവോ, ഞാൻ നന്നാവോ, ഈ അവസ്ഥയിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ആൻഡ് there is another rubric which I have taken in my case. ഞാൻ സെക്കൻഡ് കേസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിലെ rubric ആയിരുന്നു ബ്ലഡ് cannot look at. ഈ പേഷ്യൻസിന് ബ്ലഡ് എവിടെയെങ്കിലും കണ്ടു, they are too sensitive to that. They are easily frightened by the sight of blood. This is the worst case the Ruta can go into. Okay, and then they want lots of company. പേടി, ഭയങ്കര പേടി കാരണം അവർക്ക് കൂടെ ആരെങ്കിലും എന്നും ഉണ്ടാവണം. So that is the way we can see all the phases in a remedy. Okay, how the patient travels from the Sora to the psychotic to the syphilitic state. This is how the journey of a remedy in the varile. This is how Ruta's journey is. So patient can come to you at any state. നമുക്ക് നല്ല ഒരു ചിയർഫുൾ സ്റ്റേറ്റിൽ വല്ല പാത്തോളജിയും കൊണ്ട് വരായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ഈ സെക്കൻഡ് കേസിൽ ദ പേഷ്യന്റ് വാസ് ഇൻ ദ സിഫിലിറ്റിക് സ്റ്റേറ്റ് വെൻ ദ പേഷ്യന്റ് കെയിം ടു മീ. അപ്പോൾ നമ്മൾ സിഫിലിറ്റിക് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കി പാസ്റ്റ് ഹിസ്റ്ററിയും കൂടി എടുത്തിട്ട് അതിന്റെ ഇവല്യൂഷൻ ഓഫ് ദ റെമഡി പറയുന്ന പോലെ എവല്യൂഷൻ ഓഫ് ദ പേഷ്യന്റ്, ഹൗ വാസ് ദിസ് പേഴ്സൺ. എൻ്റെ ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് 76-year-old ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു.
ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, സ്വന്തം ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത ഒരു ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ എന്റെ ഈ ഒരു അവസ്ഥയിൽ ഈ റുബ്രിക്സ് എടുത്തപ്പോൾ 76-year-old rectal prolapse കേസ് ആയിരുന്നു. സോ ദ എൻറ്റയർ ജേർണി, ഹൗ വാസ് ഹി വെൻ ഹി വാസ് ഇൻ ഹിസ് 20s, then how did he travel from those days and now what has happened to him. അപ്പൊ നമ്മൾ ആ ഒരു കേസ് ഹിസ്റ്ററിയിൽ, പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഇത്രയും കാര്യങ്ങൾ എടുത്തു വന്നാൽ നമുക്ക് അറിയാൻ പറ്റും ആ പേഷ്യന്റിന്റെ ജേർണി എന്തായിരുന്നു. ആൻഡ് ഇഫ് ദാറ്റ് ഹാസ് ടു മാച്ച് വിത്ത് ദ ജേർണി ഓഫ് യുവർ റെമഡി, ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ കം ടു എ സിമിലിമം. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ പല വെബിനാർസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും, ഒരു ഡോസ് കൊടുക്കുമ്പോഴേക്കും ശരിയായോ, ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള പെത്തോളജി ഒരു ഡോസ് കൊടുക്കുമ്പോഴേക്കും ശരിയായി. സോ ദാറ്റ് ഡോസ് ഇസ് നത്തിങ് ബട്ട് ദ സിമിലിമം, ആൻഡ് ദ സിമിലിമം വിൽ ഹിറ്റ് ദ പേഷ്യന്റ് only and only if the entire disposition goes right. പാസ്റ്റ് ഹിസ്റ്ററി, പ്രസന്റ് ഹിസ്റ്ററി എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ആ എവല്യൂഷൻ ഒന്ന് കറക്റ്റ് ആയി വരുമ്പോഴാണ് ആ റെമഡി നമ്മളുടെ ക്ലിക്ക് ആവാറില്ല നല്ലപോലെ. സോ ദിസ് ഇസ് ദ എവല്യൂഷണറി ജേർണി ഓഫ് റൂട്ട. We have so many people around us who comes up with this journey. So if you can see this in the remedy, if you learn a remedy in such a pattern, you understand a remedy in such a pattern, it is very easy for you to see that in a patient. Okay, so with that I end. I am sure ഞാൻ time exceed ചെയ്തിട്ടില്ല. I am on time. That should be Okay. sufficient, I guess. So you have to read more, you have to experience, you should listen to the stories of experiences from other doctors. അതുകൊണ്ട് എനിക്ക് IFPH, I really appreciate IFPH. The platform is open for all the homeopaths practitioners. Come up with all your stories, so we all learn from each other. The more you learn about a remedy from different speakers, the more you are very good in prescribing that particular remedy. So thank you very much. Okay, പത്മപ്രിയ ഡോക്ടറെ, വണ്ടർഫുൾ, വളരെ നല്ല ക്ലാസ്. ഇനി ഡോക്ടറുടെ ക്ലാസ്സിലെ അഭിപ്രായങ്ങളോ ഡോക്ടറോട് ഇന്ററാക്ട് ചെയ്യുകയോ എന്തെങ്കിലും സംശയം ചോദിക്കാനോ, അല്ലെങ്കിൽ റൂട്ടയുടെ കേസ്, സക്സസ് കേസുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾ, അങ്ങനെ പല എന്തെങ്കിലുമൊക്കെ ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാനോ ഇന്ററാക്ട് ചെയ്യാനോ താല്പര്യമുള്ളവർ ഓരോരുത്തരായി ഹാൻഡ് റൈസ് ചെയ്യണം. ഹാൻഡ് റൈസ് ചെയ്യുന്നവരെ വിളിക്കുന്നതാണ്. ഷാജി കുടിയേറ്റ ഡോക്ടർ ഉണ്ട്. ഡോക്ടറെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യാണ്. ഡോക്ടർ പത്മപ്രിയ, താങ്ക് യു ഫോർ ജോയിനിങ് അസ് അഗെയിൻ. ഞാൻ ഇപ്പൊ കയറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ പത്മപ്രിയ ഡോക്ടറുടെ വളരെ ഗംഭീരമായിട്ടുള്ള ക്ലാസ്സിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാനായിട്ട് ഞാനത് മുഴുവൻ കേട്ടില്ല. ഡോക്ടർ പത്മപ്രിയ എപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഡോക്ടറുടെ ക്ലാസ് വളരെ തൃപ്തികരമായിരിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഞാനിപ്പോ പറയാൻ വന്നത് നമ്മുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗവർണറുടെ ഒപ്പിടാത്തതിനെതിരെ, പബ്ലിക് ഹെൽത്ത് ബില്ല് ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസിന്റെ പ്രാധാന്യം എല്ലാവരുടെയും ശ്രദ്ധയിൽ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ സമയം വിനിയോഗിക്കുന്നത്. അപ്പോ അത് എല്ലാവരും വളരെ സീരിയസോടെ എടുക്കണം. ഞാനിപ്പോ പലരും ചിലരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴ് പലരും ഇതിന്റെ അകത്ത് ഈ ബില്ലില് എന്താണ് കുഴപ്പം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ എന്നൊക്കെ പലരും ഇപ്പോഴും ചോദിക്കുകയാണ്. ഇത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇത്രയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത്, ഇത്രയൊക്കെ നമ്മൾ ഇതിന്റെ സീരിയസ്നെസ്സെ കുറിച്ച് പറഞ്ഞിട്ടും ആരും സ്വയമായിട്ട് ഇതേക്കുറിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഇപ്പോഴും ഇത് ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളൊക്കെ പല പ്രാവശ്യം പറഞ്ഞു, ഈ ബില്ലില് ആവൽക്കരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതേക്കുറിച്ച് ഇനിയും പറഞ്ഞ് വോയിസ് മെസ്സേജ് ഇട്ടു, ഇവിടെ വന്ന് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇതേക്കുറിച്ച് സീരിയസ് ആയിട്ട് പരിഗണിക്കാതെ ഇത് ഗവൺമെന്റിനെതിരെയുള്ള കേസായിട്ട് പോലും പലരും പരിഗണിക്കുന്നു എന്നുള്ളത് അതീവ സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് സ്വയമായിട്ടൊന്ന് പഠിച്ച് ഇതിന്റെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കണം. ഈ പബ്ലിക് ഹെൽത്ത് അധികാരി, ഓഫീസർ വളരെ സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കാനും ആരെ എവിടെയും കയറി ചെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങേർക്ക് ഇഷ്ടമുള്ള പ്രോട്ടോകോള് നടപ്പാക്കി
നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഫൈൻ ഇടാനും, നമ്മുടെ ബന്ധുക്കൾ എതിർത്താൽ അവരെയൊക്കെ ഫൈൻ ഇടാനും, അവരെ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവർ പറയുന്ന പ്രോട്ടോകോൾ നമ്മളിൽ ബലമായി ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന നിയമമാണിത്. ഒരു കാരണവശാലും നിയമസഭ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യ പോലെയുള്ള ബഹുസ്വരതയുള്ള ഒത്തിരി അനുഭവ സമ്പത്തുള്ള ലോകത്തുള്ള എല്ലാ നല്ല ചികിത്സാ ശാസ്ത്രങ്ങളെയും ആദരിച്ച് ലോകത്തിൽ ആദ്യമായിട്ട് അലോപ്പതിയാൽ നയിക്കപ്പെടുന്ന ഹെൽത്ത് മിനിസ്ട്രിക്ക് ബദലായിട്ട് ആയുഷ് മിനിസ്ട്രി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യത്ത് നടപ്പാക്കാനുള്ള ബില്ലേ അല്ല ഇത്. ലോകത്തിന് മാതൃകയാകേണ്ട നമ്മുടെ രാജ്യത്ത് വെറും സാമ്രാജ്യ ശക്തികളാൽ അല്ലെങ്കിൽ ലോകത്തെ അടച്ചു വാഴുന്ന ശക്തികളാൽ നയിക്കപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്നവരുടെ രാജ്യത്ത് നടപ്പാക്കുന്ന കാടൻ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മളെ കണ്ണടച്ച് ഇരുട്ടാക്കി ബലം പ്രയോഗിച്ച് നമ്മുടെ ഭരണാധികാരികളെയൊക്കെ കയ്യിലെടുത്ത് അവരുടെ അജ്ഞതയെ അല്ലെങ്കിൽ അവർക്ക് പലതിനോടുമുള്ള താല്പര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്നതിനെ നമ്മൾ കൂട്ടമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ആയുഷ് മിനിസ്ട്രിക്ക്, ആയുഷ് സെക്രട്ടറിക്ക് യാതൊരു സ്ഥാനവും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ത് അതിക്രമം കാണിച്ചാലും പോലീസിലോ കോടതിയിലോ ഒരു പരാതി പോലും കൊടുക്കുന്നതിന് ഇതിൻ്റെ അകത്ത് നിയന്ത്രണവും അത് സാധ്യമല്ലാത്ത രീതിയിലാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം ആവശ്യപ്രകാരം നമ്മുടെ ഡയറക്ടറെയും DMOയെയും മെഡിക്കൽ ഓഫീസർമാരെയൊക്കെ ഉൾപ്പെടുത്തി സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് വില്ലേജ് ലെവലില് ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ സമിതിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു അധികാരവും കൊടുത്തിട്ടില്ല. ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് ആകപ്പാടെ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു എക്സ്പെർട്ട് ടീമിനെയാണ് ഇതിൻ്റെ അകത്ത് നിർദ്ദേശിക്കുന്നത്. അത് ക്ലോസ് 7 സബ് ക്ലോസ് 8 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ എക്സ്പെർട്ട് ആ ഒരു ഒറ്റ ക്ലോസിൽ ഇങ്ങനെ ഒരു ടീം ഓഫ് എക്സ്പെർട്സിനെ കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഈ എക്സ്പെർട്ട് ആരാണെന്നോ ഇതിന്റെ ഈ ടീമിന്റെ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇതിന്റെ കമ്പോസിഷനെ കുറിച്ചൊന്നോ ഒരു എക്സ്പ്ലനേഷനും ഒരിടത്തും കൊടുത്തിട്ടില്ല. ഈ ബില്ല് നമ്മൾ ഇനി വരാൻ പോകുന്ന ഇന്റർനാഷണൽ പാൻഡമിക് ട്രീറ്റിയുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നിടത്തെല്ലാം WHO നേരിട്ട് ഗവൺമെന്റ് ആയിട്ട് വരുന്ന ഒരവസ്ഥ വരും. നമുക്കറിയാം WHO എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ അടുത്ത് ഡോക്ടറുടെ നെറ്റ് പോയെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും നമുക്ക് ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഡോക്ടറെ ക്ഷണിക്കും. തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് റൂട്ടയെ കുറിച്ച് പത്മപ്രിയ ഡോക്ടർ വേദിക്ക് സമ്മാനിച്ചത്. നമ്മള് റൂട്ട എന്ന് പറയുമ്പോൾ സാധാരണ ഈ പറഞ്ഞ പോലെ മസിൽസിന്റെ സ്ട്രെങ്തനിങ്ങും ആ രീതിക്കുള്ള ഒരു ഇലാസ്റ്റിസിറ്റി അനുസരിച്ച്, അതായത് അങ്ങോട്ട് ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് മനുഷ്യന്റെ തന്നെ ഫ്ലെക്സിബിലിറ്റിയും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ നോക്കിക്കൊണ്ട് അതിലോട്ടുള്ള ഒരു പ്രവേശനമാണ് ഡോക്ടർ കാണിച്ചു തന്നത്. അങ്ങനെയുള്ളൊരു വഴിയാണ് നമ്മൾ എത്തിച്ചത്. ഈ ചാറ്റർജീസ് പ്രോട്ടോകോളില് അവര് പ്രധാനമായിട്ടും ഈ റൂട്ട പ്ലസ് കാൽക്കേരിയ ഫോസ് ആണ് ഈവൻ ക്യാൻസർ കണ്ടീഷൻസിൽ പോലും അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റൂട്ട എത്ര കണ്ട് പ്രസക്തമാണെന്നുള്ളത് നമ്മൾ ആ ഒരു പ്രോട്ടോകോളിൽ അദ്ദേഹം പറയുന്നത് റൂട്ട 3 or 6 അതിൻ്റെ കൂടെ കാൽക്കേരിയ ഫോസ് 6 ആണ്. അപ്പൊ അത്ര കണ്ട് ഭയങ്കര പവർഫുൾ ആണ് ഈ റൂട്ട എന്ന ഒരു മെഡിസിൻ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെന്നും ആ മൈൻഡ് നോക്കിയാൽ റൂട്ടയ്ക്ക് നമ്മളാരും ഈ റൂട്ടയുടെ മൈൻഡിനെ കുറിച്ച് വായിച്ചിട്ടോ അല്ലെ പഠിച്ചിട്ടോ ഇല്ല. തീർച്ചയായും അതൊക്കെ ഒന്ന് കാണിച്ചു തന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മള് റയർ റെമഡീസ് അല്ലെങ്കിൽ വളരെ ചെറിയ മരുന്നൊന്ന് കൂട്ടുന്ന പലതും വലിയ സംഭവങ്ങളും അല്ലെങ്കിൽ വലിയ മാനസിക നിലവാരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പേഷ്യൻസ് ആണെന്നും ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. തീർച്ചയായും ഇങ്ങനെയുള്ള പഠനങ്ങൾ ഹോമിയോപ്പതി വളരുന്നതിനും നമുക്ക് നമ്മുടെ ടൂൾസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും
പ്രാപ്തമാക്കും. അതുകൊണ്ട് എന്തായാലും ഈ വേദിയിൽ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്തിയതിന് ഡോക്ടറെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. പിന്നെ കേസിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അത് 30 തുടങ്ങി 200 പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അത് PL പോകുന്നത്. വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കിട്ടിയതെന്നും പറഞ്ഞു. തീർച്ചയായും നമ്മളൊക്കെ സാധാരണ ഈ കാത്തിരിക്കുക എന്നുള്ള ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് 1-2 ആഴ്ച കണ്ട് റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു 50% മേലെ അല്ലെങ്കിൽ ഉടനെ മരുന്ന് ചേഞ്ച് ചെയ്യുക എന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ അതല്ല, കുറച്ചുകൂടെ കാത്തിരുന്നാൽ അത് പൂർണ്ണതയിൽ എത്തും എന്നുകൂടെ ഡോക്ടർ കാണിച്ചു തരികയാണ്. അഭിനന്ദനങ്ങൾ. ഇത് മാത്രമാണ് പറയുക. Thank you very much. ഇനി മറ്റാർക്കെങ്കിലും ദേവരായ ഡോക്ടറെ വിളിക്കാം. ദേവരാജൻ ഡോക്ടർ ഉണ്ട്. ദേവരാജൻ ഡോക്ടർ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അനങ്ങുന്നില്ലല്ലോ. വരും. ഷാജി ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഷാജി ഇവരൊക്കെ ഉണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തെങ്കിൽ നന്നായിരുന്നു. ജ്യോതിലക്ഷ്മി ഡോക്ടർ സംസാരിക്കുമോ? ആരാണ്? ജ്യോതിലക്ഷ്മി ഡോക്ടർ ഇതുപോലെ മെറ്റീരിയോളജിയുടെ എക്സ്പെർട്ടാണ്. ജ്യോതിലക്ഷ്മി ഡോക്ടർ ഉണ്ടോ? ജ്യോതിലക്ഷ്മി ഡോക്ടർ സംസാരിക്കുന്നതാണ്. ഡോക്ടറെ സംസാരിച്ചോളൂ. മ്യൂട്ടായി പോയി. മ്യൂട്ടായി പോയി. ഇപ്പൊ ശരിയായി. കേൾക്കാമോ? കേൾക്കാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പത്മപ്രിയ ഡോക്ടറുടെ. എപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യും ഡോക്ടറിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ. കാരണം എല്ലാം വളരെ യുണീക്ക് ആയിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടുക, ഒരു പിക്ചർ. എസ്പെഷ്യലി ഈ റൂട്ട പോലെ ഒരു കേസ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു മെന്റൽ സ്പിയറിൽ ചിന്തിച്ചിട്ടേയില്ല. അന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ബോസ്വേലിയ അതിനെ കുറിച്ചുള്ളതും നമ്മൾ വളരെ ഒരു സ്പെസിഫിക് മെഡിസിൻ ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്രയും നല്ലൊരു മൈൻഡ് അതിനുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി തന്ന വളരെ വളരെ നല്ല ഒരു ക്ലാസ് ആണ് ഡോക്ടറിന്റെ. എത്ര കേട്ടാലും മതിയാവില്ല. പിന്നെ റൂബ്രിക്സ് സെലക്ഷനും ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡോക്ടറുടെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇതുപോലെ ഓരോ മരുന്നുകൾ ഇതുപോലെ പറഞ്ഞു തന്നെ വളരെ നന്നായിരുന്നു ഡോക്ടറെ. I am doing my best. ഓരോന്ന് ചാൻസ് കിട്ടുമ്പോ ഓരോന്ന് റെമഡീനെ ഒന്ന് നല്ല രീതിയിൽ. ബട്ട് ഓണസ്റ്റ്ലി അവർ ഈസ് നോട്ട് സഫീഷ്യന്റ്. ഒരു 2-3 hours എങ്കിലും വേണം റെമഡീനെ മനസ്സിലാക്കാൻ. പക്ഷെ 1 hour ജസ്റ്റ് ഒരു ഗ്ലിംസ് ഓഫ് ദ റെമഡി എന്ന് പറയാൻ പറ്റും. ഇത്രയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. അത് വലിയൊരു കാര്യം. കാരണം ഇപ്പൊ റൂട്ടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലൊക്കെയാണ് ഡോക്ടർ. നമുക്ക് ശോഭന രാമവർമ്മ ഡോക്ടറെ വിളിക്കാം. ഓട്ടോ താങ്ക്സ് കൂടെ പറയാലോ. സമയം വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്യാത്തതുകൊണ്ട്. ശോഭന രാമവർമ്മ ഡോക്ടർ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്യുക ഡോക്ടറെ. ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ശോഭന രാമവർമ്മ ഡോക്ടറെ. മാഡം സംസാരിച്ചോളൂ. ഹായ് ഡോക്ടർ പത്മപ്രിയ. സൗണ്ട് ഇത്തിരി കുറവാണ്. How are you? I am good. How are you? കുറച്ചൊരു സൗണ്ട് കുറവാണ് ഡോക്ടറെ. അറിയില്ലല്ലോ എന്താണെന്ന്. കേൾക്കാമോ ഇപ്പോ? കേൾക്കാം. കുറച്ച് പീപ്പിളാണ്. ക്ലാസ് എക്സലന്റ് ആയിരുന്നു കേട്ടോ, ആസ് യൂഷ്വൽ. എല്ലാ ക്ലാസ്സും പോലെ തന്നെ. ആൻഡ് റൂട്ടയുടെ എല്ലാവരും പറഞ്ഞ പോലെ അനദർ പെർസ്പെക്റ്റീവ് ഓഫ് റൂട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ആൻഡ് ഒരു സജഷൻ എനിക്കുള്ളത്, ഓരോ ക്ലാസ്സിലും പുതിയ പുതിയ മെഡിസിൻസ് ആണല്ലോ. എന്ന് പറഞ്ഞാൽ പുതിയതെന്ന് പറഞ്ഞാൽ റൂട്ട ഇസ് നോട്ട് എ ന്യൂ റെമഡി. മറ്റേ കഴിഞ്ഞ 2-3 ക്ലാസ്സിലും ഞാൻ കേട്ടത് പുതിയ പല ഞാൻ ഉപയോഗിക്കാത്ത പല റെയർ റെമഡീസ് ഞാൻ കേട്ടു. അപ്പോൾ ഡോക്ടർ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്, ഡീറ്റെയിൽഡ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ റെഫറൻസ് നമ്മൾ ഇനി ഫെർദർ ഇൻഫർമേഷൻ, കാരണം ആസ് യു സെഡ് 2-3 hours വേണം ഒരു മെഡിസിൻ പ്രോപ്പർലി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി തരാൻ. അപ്പോൾ അത് 1 hour ജിസ്റ്റ് ആണ് തരുന്നത്. അപ്പോൾ ബാക്കി ഞങ്ങൾക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് റെഫറൻസ് ബുക്സ് ഒന്ന് ആഡ് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പൊ ഇത് തന്നെ റൂട്ട് തന്നെ കെൻസ് മെറ്റീരിയൽ മേടിക്കാൻ പറഞ്ഞു. അതർ ദാൻ ദാറ്റ് എനി അതർ ബുക്സ് ടു റീഡ് ആൻഡ് മനസ്സിലാക്കാൻ, ദ മെഡിസിനെ കൂടുതൽ മനസ്സിലാക്കാൻ.
ഞാനിത് പല പാസ്റ്റില് പല വെബിനാർസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. സി വാട്ട് ഹാപ്പൻസ് ഈസ്, ഇപ്പോൾ നമ്മൾ ഫാട്ടക് എന്ന് പറയുന്നു, ഫാട്ടക്കിന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എഴുതി, ബോറിക്കിന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, എല്ലാവരും അവരവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എഴുതി വരുന്നത്. ഇപ്പൊ നമ്മുടെ ദുബെ ഉണ്ട്, ചൗധരി ഉണ്ട്. സോ എവറി ഓത്തർ റൈറ്റ്സ് ഹിസ് ഓൺ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ റെമഡി. ഓക്കെ, അപ്പൊ അതിന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ എല്ലാം ഹോമിയോപാത്സിനെ ഇപ്പൊ ഒരു വെബിനാറിൽ നമ്മൾ അതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം സ്പീക്കേഴ്സിനെ നമ്മൾ കുറച്ച് പഠിക്കണം. ബട്ട് ഇഫ് യു വോണ്ട് ടു റീഡ് എവറിത്തിങ് അബൌട്ട് വൺ റെമഡി, അത് ഏതൊരു ഓത്തറിനും അങ്ങനെ എഴുതാൻ പറ്റില്ല, അതിനെപ്പറ്റി പറയാനും പറ്റില്ല. അപ്പോൾ ഒരു റെമഡീന്റെ കംപ്ലീറ്റ് A to Z വായിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചു തന്ന എല്ലാ ടീച്ചേഴ്സും പറഞ്ഞ കാര്യമാണ് മെറ്റീരിയ മെഡിക്ക പ്യൂര. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്രൂവിങ്സ്. ദ ഹോൾ ലിസ്റ്റ് ഓഫ് പ്രൂവിങ്സ് അതിലുണ്ട്. A to Z പ്രൂവിങ്സ് അതിലുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇന്ത്യയിലുള്ളപ്പോ എൻ്റെ മെറ്റീരിയ മെഡിക്ക പ്യൂര ഉണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ ആ പുസ്തകം ഇല്ല. ഇന്നെല്ലാം ഡിജിറ്റൽ ആയ അവസ്ഥയ്ക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. സോ two repertories which gives entire proving is, one is complete dynamic repertory, complete repertory, ഒന്ന് synthesis repertory. അപ്പൊ ഈ repertory പോയിട്ട് നമ്മൾ ഏതൊരു റെമഡിനെ പറ്റി ഇട്ടാലും അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പ്രൂവിങ്സ് കിട്ടും. പ്രൂവിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ദ റുബ്രിക് ഫോം. ഓക്കെ, സോ ഇഫ് യു റീഡ് ദോസ്, ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. ഇനി ഇപ്പൊ ഈ പറയുന്ന പോലെ റെഫറൻസസ് നോക്കാൻ പോയാൽ പല ഓത്തേഴ്സും ഉണ്ട്. നമ്മളുടെ കുറെ ഓത്തേഴ്സും കുറെ സോഫ്റ്റ്വെയറും ഉണ്ട്. ബട്ട് എവ്രിബഡീസ് നോളജ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദാറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇഫ് യു ആർ റീഡിംഗ് ദുബെ വിൽ ഓൺലി ടോക്ക് അബൌട്ട് ഹൗ ഹി യൂസ്ഡ്. Fatak will only talk about how he used the remedy. But if you want complete knowledge or more knowledge, ഇപ്പൊ ഞാൻ റൂട്ടിനെ പറ്റി ഇത്രയും പറഞ്ഞു, ഇനി ഉണ്ട് റൂട്ടയിൽ പഠിപ്പിച്ചു തരാനും പറഞ്ഞു തരാനും കാണാൻ ഉള്ള പേഷ്യൻസിനുള്ള റുബ്രിക്സ് കാണാൻ പറ്റിയത് ഇനിയും കുറെ ഉണ്ട്. സോ ഇഫ് യു ലുക്ക് ഇൻ ടു ദ നിങ്ങളുടെ സമയമുണ്ടോ? ഞാൻ ഇപ്പൊ വേണിച്ചാൽ ഞാൻ ഓൺലൈനിലുള്ള റെപ്പർട്ടറി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റും. ഇറ്റ് വിൽ ടേക്ക് ഓൺലി 2 minutes. സമയം കുറവാണ് ഡോക്ടറെ. 2:10 10 മണിയാണ് നമ്മളെ സമയം. ഇപ്പൊ 6 minute എക്സ്ട്രാ ആയിരിക്കും. അപ്പൊ ഐ വിൽ നോട്ട്, ഒരു മിനിറ്റ് ഒന്ന് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കാണിക്കാം. സി ദിസ് ഈസ് ദ റെപ്പർട്ടറി ദാറ്റ് ഐ ഹാവ്. അപ്പൊ റെപ്പർട്ടറി പോയിട്ട് നമ്മള് നിങ്ങൾക്ക് കാണണ്ടോ, സ്ക്രീൻ കാണണ്ടോ? അപ്പൊ റെപ്പർട്ടറിയില് ഇപ്പൊ ലുക്ക് ഫോർ നോക്കൂ. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോൾ ലുക്ക് ഫോർ റെമഡീസ്. ഇഫ് ഐ എം പുട്ടിങ് റൂട്ട എന്ന് പറഞ്ഞാൽ ഇതിൽ ഫുൾ റൂട്ടിനെ പറ്റിയിട്ട് എഴുതി വരും. അതിൽ തന്നെ ഞാൻ പോയിട്ട് ഇപ്പൊ പറയണേ എനിക്ക് എല്ലാം, ലെറ്റ് മീ ഷോ മീ ഓൾ ദ റെഫറൻസസ്. ഇഫ് യു ലുക്ക് ഇൻ ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പേജ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഷോയിങ് ഓൾ ദ ഓത്തേഴ്സ് ഹു ഹാസ് റിട്ടൺ അബൌട്ട് ദിസ് റെമഡി റൂട്ട. അപ്പൊ ഇതിപ്പോ നമുക്ക് എല്ലാം റെഫറൻസും വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. പക്ഷെ ഇതിന്ന് ഇപ്പൊ ഞാൻ പറയണേ എനിക്ക് ഏത് റെപ്പർട്ടറിന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഓപ്പൺ ദ റെപ്പർട്ടറി. സി സിന്തസിസ് റെപ്പർട്ടറി. അപ്പൊ ഈ സിന്തസിസ് റെപ്പർട്ടറിയിൽ ഇഫ് യു സി there is 6325 റുബ്രിക്സ് ഇൻ റൂട്ട. അപ്പോ നമുക്ക് ഇൻ ഡെപ്ത് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെപ്പർട്ടറിയുടെ ഓരോന്ന് റുബ്രിക്സിനെ വായിച്ചെടുത്താൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ബോഗേഴ്സിന്റെ റെപ്പർട്ടറിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ബോഗർ ഹാസ് ഷോൺ ഓൺലി 18 റുബ്രിക്സ്. മനസ്സിലാവുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പഠിച്ചു വരുന്നത് എങ്ങനെയാണ്? ബിക്കോസ് വി ആർ ഇൻ എ ഡിജിറ്റൽ വേൾഡ്, വി കനോട്ട് ക്യാരി ഓൾ ദ ബുക്സ്. സോ ഇഫ് യു ഹാവ് എ സോഫ്റ്റ്വെയർ, ടേക്ക് ഹെൽപ്പ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഇപ്പൊ എല്ലാ ഹോമിയോപ്പത്തിക് സോഫ്റ്റ്വെയറിലും റെഫറൻസ് ബുക്സും റെപ്പർട്ടറീസ് എല്ലാം ഉണ്ട്. ഇഫ് യു ഡോണ്ട് ഹാവ് എ സോഫ്റ്റ്വെയർ, ഗോ ടു കംപ്ലീറ്റ് റെപ്പർട്ടറി, ഗോ ടു സിന്തസിസ് റെപ്പർട്ടറി, plus whatever reference book you have. That's all I can suggest. That is what I do. That is what I'm sharing. Okay. Okay. Thank you so much, Dr. Padmapriya. Thank you very much. Thanks a lot. And class excellent ആയിരുന്നു. And എല്ലാവരുടെ പേരിലും എൻ്റെ personally also I am thanking you. Thanks a lot. Thank you very much. നാളെ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമ്മുടെ ചോറ്റാനിക്കര ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ റീഡറായ ഡോക്ടർ ആർ പ്രകാശാണ്. അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങളാണ് വേദിക്ക് സമ്മാനിക്കുന്നത്. നന്ദി ഡോക്ടർ ശോഭന രാമവർമ്മ. അതുപോലെ തന്നെ ഇന്ന് 1160 ദിവസമായ ഇന്നത്തെ ദിവസം വളരെ മനോഹരവും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു ക്ലാസ് ആയിരുന്നു ഡോക്ടർ പത്മപ്രിയയുടെ. ആ ക്ലാസ്സോട് കൂടി ഇന്നത്തെ ആ ഒരു ക്ലാസ്സിന്റെ സ്മരണ എല്ലാവരുടെ മനസ്സിലും തങ്ങി നിൽക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ മലയാള സെക്ഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും പ്രോഗ്രാം ആയിരുന്നു. Thank you. Bye.